പിതാപുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കി ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ ദിവസങ്ങളാണ്. പരിശുദ്ധമായ ദിവസങ്ങളെ പരിശുദ്ധമാക്കുന്നത് നമ്മുടെ ജീവിത വിശുദ്ധിയാണ്. ദിവസങ്ങൾ പരിശുദ്ധങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദേവാലയം വിശുദ്ധമാകുന്നത് എങ്ങനെയാണ്? ദേവാലയത്തിലെ വിശ്വാസികൾ വിശുദ്ധരാകുമ്പോഴാണ് ദേവാലയം വിശുദ്ധമാകുന്നത്. വിശുദ്ധരായ വിശ്വാസികൾക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ് ദേവാലയം വിശുദ്ധമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ദൈവത്തിനിരിക്കുവാൻ മാത്രമല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ദേവാലയം പുതുതാക്കി പണിഞ്ഞാൽ അതിനെ വിശുദ്ധീകരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യും. അതെന്തിനാണ്? മാമോദീസ മുങ്ങിയ ഒരാൾ പ്രവേശിക്കണമെങ്കിൽ ആ സ്ഥലം വിശുദ്ധമായിരിക്കണം. നമ്മളെ പ്രതിയാണ് അത് വിശുദ്ധമാക്കുന്നത്. പിന്നെ ദൈവത്തിൻ്റെ ബലിപീഠം തിരുശരീര രക്തങ്ങളെ ആഘോഷിക്കുവാനുള്ളതാക്കിയാൽ അതിനെ ശുദ്ധീകരിക്കണം. പക്ഷെ നമ്മുടെ ഒരു പൊതുവെ ധാരണ ദേവാലയം വിശുദ്ധമാണ്, നമ്മൾ അശുദ്ധനാണെങ്കിലും ദേവാലയം വിശുദ്ധമാണ് എന്നുള്ളതാണ്. ദേവാലയം വിശുദ്ധം തന്നെയാണ്. ആ വിശുദ്ധിയെ നമ്മൾ വളർത്തിക്കൊണ്ട് ശക്തീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടാണ്. അങ്ങനെയുള്ള ദേവാലയങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴും ദേവാലയത്തിലാണ് വസിക്കുന്നത്. നമുക്ക് എഹെസ്കേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യം എന്ന് വായിക്കാം. എഹെസ്കേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ യഹോവയുടെ മഹത്വം കെറൂബിൽ നിന്ന് പൊങ്ങി ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിൻ്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കെരൂബുകളുടെ ചെറുകളുടെ ഇരച്ചിൽ പുറത്തെ പ്രാകാരം വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പാനുണ്ടായിരുന്നു. അപ്പോൾ ദേവാലയം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന സ്ഥലമാണ്. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന സ്ഥലത്ത് ഭയമുണ്ടാകണം. എന്ത് ഭയം ഉണ്ടാകണം? കർത്താവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകണം. ഭയം ഉണ്ടാകുമ്പോൾ നമ്മൾ ദേവാലയത്തിനകത്ത് കയറിയാൽ ദൈവികമായ കാര്യങ്ങളിൽ മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. ആവശ്യമില്ലാതെ ശബ്ദം ഉണ്ടാക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ഒന്നും നമ്മൾ ആ ബോധ്യമുണ്ടെങ്കിൽ ചെയ്യില്ല. അപ്പോൾ ഈ ബോധ്യത്തോടു കൂടി നമുക്ക് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ നോയമ്പിൻ്റെ ദിവസങ്ങൾ വിശുദ്ധമാവുന്നത് നമ്മളതിനെ വിശുദ്ധിയോടെ കൊണ്ടാടുമ്പോഴാണ് എന്ന് പറയാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. അല്ലാതെ നോമ്പ് വിശുദ്ധമാണ്, നോമ്പ് അതിശ്രേഷ്ഠമാണ് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഉരുവിടുമ്പോൾ ഇതെങ്ങനെയാണ് വിശുദ്ധമാകുന്നത്? നമ്മളതിനെ വിശുദ്ധമായിട്ട് കാണുന്നില്ലെങ്കിൽ, നമ്മളതിനെ വിശുദ്ധമായിട്ട് ആചരിച്ചില്ലെങ്കിൽ ആ ദിവസം വിശുദ്ധമാകില്ല. അതുകൊണ്ട് ഈ വിശുദ്ധ ദിവസങ്ങളെ വിശുദ്ധമാക്കുന്ന നമ്മുടെ വിശുദ്ധിയെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ധ്യാന പഠനത്തിലേക്ക് പ്രവേശിക്കാം. ആ ധ്യാന പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാനും അറിയുവാനും ഉണ്ട്. എന്നാലും നമ്മുടെ സഹോദരങ്ങളൊക്കെ വിവിധ രീതിയിൽ യുദ്ധങ്ങളുടെ ശ്രുതികളിലും പെട്ട് പ്രയാസത്തിലും വിഷമത്തിലും അനുഭവിക്കുകയാണ്. ഈ പ്രദേശത്തേക്കും ഈ ദേശത്തേക്കുമൊക്കെ അത്തരം അനർത്ഥങ്ങളൊന്നും വരാതിരിക്കുന്നത് നമ്മുടെ മിടുക്കൊണ്ടല്ല. എന്നാൽ അവർക്ക് അത്തരം അനർത്ഥങ്ങൾ വന്നിരിക്കുന്നത് നമ്മളുടെ പാപങ്ങൾ കൊണ്ടുമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു, നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരനർത്ഥം ഉണ്ടാകുമ്പോൾ അതിന് എവിടെയൊക്കെയോ അതിൻ്റെ പാപത്തിൻ്റെ കറകൾ ഒളിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. കർത്താവിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നൊരു ന്യായവിധി അല്ല. ഇവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ന്യായവിധിയെപ്പറ്റിയുള്ള പ്രതിപാദ്യ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാറുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം മുഴുവൻ ദൈവിക ന്യായവിധിയെപ്പറ്റിയാണ്. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പഠനത്തിൻ്റെ സീരീസ് നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടും. കർത്താവിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ന്യായവിധി അല്ലത്.
ദൈവത്തിൻ്റെ മക്കളുടെ ന്യായവിധി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആഘോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അതിശ്രേഷ്ഠതയുടെ മഹോന്നത ദിവസമാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാകേണ്ടവരാണ് നമ്മളെല്ലാവരും. അല്ലാതെ ന്യായവിധി എന്ന് പറയുമ്പോൾ പേടിച്ചിട്ടയ്യോ അങ്ങനെയല്ല. എന്നാൽ ഇരുളിൽ വസിക്കുന്നവർക്ക് ഇരുളിൻ്റെ ന്യായവിധിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പ്രഭു അവരെ ന്യായവിധിക്കുമെന്ന് കർത്താവ് പറയുന്നു. എന്നാൽ ഈ ഇരുളിൻ്റെ പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്യുന്ന ആളിൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഇരുളിൻ്റെ പ്രവൃത്തി കൊണ്ട് വേറൊരിടത്ത് അതിൻ്റെ ദോഷം വരാം. ആദാം പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായിരിക്കുന്ന അവസ്ഥ സൃഷ്ടിയെ മുഴുവൻ ബാധിച്ചു. ആദാമിൽ മാത്രമല്ല അതിൻ്റെ ലംഘനത്തിൻ്റെ ഫലം കിടന്നിരുന്നത്. ആദാം ചെയ്ത ദോഷത്തിൻ്റെ പരിണിത ഫലം, അതായത് മരണവും ദ്രവത്വവും സൃഷ്ടിയിൽ മേൽ കയറിയത് അങ്ങനെയാണ്. ദൈവം ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ മരണമില്ല. അവൻ മരിക്കുവാനല്ല സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ആദാമിനും ഹവ്വായ്ക്കും അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന എല്ലാ പൂർവ്വപിതാക്കന്മാർക്കും, ഷേത്ത്, മെതുശലേക്ക്, ഹാനോക്ക് എന്നിവരുടെ എല്ലാം പ്രായം 900-ന് മേലെയാണ്. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് ഇതെന്താ ഇത്രയും പ്രായമൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കും. ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നത് മരിക്കുവാനായിട്ടായിരുന്നില്ല. പക്ഷെ അവൻ പാപം ചെയ്തതിൻ്റെ ഫലമായി അവന് ദ്രവത്വം, അതുപോലെ ശരീരത്തിൻ്റെ ശോചനീയമായി ക്ഷീണിച്ച അവസ്ഥ, ഇതൊക്കെ വന്നു കയറിയതാണ്. 930 വയസ്സുള്ളപ്പോഴും ആദാം യുവാവായിരുന്നു. കാരണം അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. മരണമില്ലാത്ത നല്ല യുവകോമളനായ ഒരു പുരുഷനെയാണ് ദൈവം സൃഷ്ടിച്ചത്, സ്ത്രീയെയും. പക്ഷെ പാപം വന്നു കയറിയതോടുകൂടി ദ്രവത്വം വന്നു. ദ്രവത്വം വരുമ്പോൾ പിന്നീട് കാലത്തിൻ്റെ ഉള്ളിലേക്ക് അവനായി. എന്തിനുള്ളിലേക്കായി? കാലത്തിനുള്ളിലേക്ക് അവനായി. ദൈവം ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ഭൂമിയിലാണ് സൃഷ്ടിച്ചതെങ്കിലും ആ ഭൂമി നിത്യമായൊരു ഭൂമിയായിരുന്നു. ആ ഭൂമിയിലേക്ക് പാപം കയറിയപ്പോഴാണ് അത് ശാപഗ്രസ്തമായത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, ഇനിയും കർത്താവ് രണ്ടാമത്തെ വരവിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഏദൻ തോട്ടം എങ്ങനെയായിരുന്നോ അങ്ങനെ ഒരു ഭൂമിയിലേക്ക് നമ്മളെ വീണ്ടും ആക്കുമെന്നാണ്. ആ ഭൂമിക്ക് അന്തമില്ല, നിത്യമായൊരു ഭൂമി. സൂര്യനും ചന്ദ്രനും പ്രകാശമൊക്കെ തരുന്ന ആരാണ്? അവിടെ സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല, അത് താൽക്കാലികമായി ഉണ്ടാക്കിയതാണ്. അതാരാണ് അവിടുത്തെ സൂര്യനും ചന്ദ്രനും? കർത്താവായ യേശു ക്രിസ്തുവാണ്. വെളിപാട് പുസ്തകം നിങ്ങൾ വായിച്ചാൽ മതി, ഇപ്പോഴത്തെ വായിക്കാനുള്ള സമയമില്ല. ഇനിയും ചന്ദ്രനും സൂര്യനും ഒന്നുമില്ല, പ്രകാശം തരുന്നത് നീതിസൂര്യനായ യേശുവാണ്, വേറെ ആരുമല്ല എന്നുള്ളത് വെളിപാട് പുസ്തകത്തിലൊക്കെ ഉണ്ട്. വചനം കണ്ടുപിടിക്കാമോ? അപ്പം പറഞ്ഞ സ്ഥിതിക്ക് 22-ാം അധ്യായം 5-ാം വാക്യം വായിക്കാമോ? 4 തൊട്ട് വായിച്ചോളൂ. അവർ അവൻ്റെ മുഖം കാണും. അതായത് ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ചവർ, അവർ അവൻ്റെ മുഖം ഒന്ന് കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. അന്ന് മുഖം കാണുന്നത് കടമൊഴിയായിട്ടല്ല, വ്യക്തമായിട്ടാണ്, നേരെയാണ്. പൗലോസ് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ കടമൊഴിയായി അവനെ കാണുന്നു, അന്നാളിൽ മുഖാമുഖം കാണും. എന്തോ കടമൊഴിയായി കാണുക എന്ന് പറഞ്ഞാൽ അർത്ഥം? കടമൊഴി എന്ന് പറയുന്നത് പഴയൊരു മലയാളം വാക്കാണ്. എൻ്റെ അർത്ഥം എന്താണ്? നിഴലായി അല്ലെങ്കിൽ അവ്യക്തമായി എന്നാണ് അർത്ഥം. അവ്യക്തമായി എന്ന് പറയാൻ കാരണം നമുക്ക് വ്യക്തത കുറവൊന്നുമില്ല. ആത്മാവിൽ നമ്മൾ വ്യക്തമായിട്ട് തന്നെയാണ് അറിയുന്നത്. പക്ഷേ നമ്മുടെ ഈ കർത്താവ് തരുന്ന മഹത്വ ശരീരത്തിൽ ഉള്ള ഈ കണ്ണിൻ്റെ ഇന്ദ്രിയങ്ങൾ വെച്ച് മുഖാമുഖമായി തന്നെ കാണും. അപ്പോൾ 4-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? വെളിപാട് 22-4 അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. നെറ്റിയിൽ മുദ്ര വേണം, നെറ്റിയിൽ മുദ്ര. നമുക്ക് എസ്കേലിൻ്റെ പുസ്തകത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. അവിടെ ഒരു നെറ്റിയിൽ അടയാളം 9-ാം അധ്യായം, 6-ലും ഉണ്ട് 9-ലും ഉണ്ട്, പലയിടത്തുണ്ട്. 9-ാം അധ്യായത്തെ 9-ാം അധ്യായം 9-ാം അധ്യായം ഈ ആലയത്തിൽ സംഭവിച്ചിരിക്കുന്ന മ്ലേച്ഛതകളെ പറ്റിയാണ് പറയുന്നത്. ആ മ്ലേച്ഛതയുടെ ഫലമായി മനുഷ്യരാശി, അതായത് ആലയം അശുദ്ധമാക്കപ്പെട്ടു. നമുക്ക് 6-ാം വാക്യം ഒന്ന് വായിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. ഈ വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളയുവീൻ,
എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്. ആരെ തൊടരുത്? അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛത ചെയ്തവരെല്ലാം ഉന്മൂലനം ചെയ്തേക്കാനാണ്. അത് എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് താഴെ പറഞ്ഞതെന്നറിയാമോ? കുപ്പായിട്ടവരെ തുടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂപ്പന്മാരിൽ തുടങ്ങണമെന്നാണ്. താഴോട്ട് വായിച്ചോ, ഒന്ന് വായിച്ചു നോക്കാം. ആലയത്തിന് മുമ്പിലുണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. കണ്ടോ, മൂപ്പൻ എന്ന് പറഞ്ഞാൽ പ്രസ്ബിറ്റേറിയസ് എന്നാണ്. പ്രസ്ബിറ്റേറിയസ് എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റ്സ് എന്നാണ് അർത്ഥം. ഞങ്ങളോടാണിത്. ആലയത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആരാണ്? പുരോഹിതന്മാരാണ്. ഞങ്ങളാണ് നിങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കേണ്ടത്. ഞങ്ങളെ ഈ ആലയം നശിപ്പിച്ചു കഴിഞ്ഞാൽ നെറ്റിയിൽ മുദ്രയങ്ങ് പോകും. മാമോദീസയിൽ മുദ്രയൊക്കെ ഇട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി യൂഹാനോൻ, എൻ്റെ പേരാ പറഞ്ഞു കേട്ടോ, മാമോദീസ പരിശുദ്ധ മൂറോനാൽ മുദ്ര കുത്തപ്പെടുന്നു. ബിഷേം ആബോ ഹായോല ഹായെ എന്ന് പറഞ്ഞാൽ ജീവനുള്ള പിതാവിൻ്റെ നാമത്തിലും, ബിഷേം ബ്രോ ഹായോല ഹായെ ജീവനുള്ള പുത്രൻ്റെ നാമത്തിലും, ബിഷേം റൂഹോ ഹായോ ഖാദീഷോ വൽ ഹായെ എന്നാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ പറയുന്നത്. സാധാരണ പറയുമ്പോൾ ഭസ്മോദാബോ ഉദാബ്രോ റൂഹോ ഹായോ, വെള്ളം വാഴ്ത്തുമ്പോഴും മാമോദീസയുടെ വെള്ളം വാഴ്ത്തി റൂഷ്മയുമ്പോഴും അങ്ങനെയാണ് പറയുന്നത്. ബിഷേം ആബോ ഹായോ ലഹായെ എന്ന് പറഞ്ഞാൽ ജീവനുള്ള പിതാവിൻ്റെ നാമത്തിലും, ബിഷേം ബ്രോ ഹായോ ലഹായെ ജീവനുള്ള പുത്രൻ്റെ നാമത്തിലും, ബിഷേം റൂഹോ ഹായോ ഖാദീഷോ വൽ ഹായെ ദൽവോലാം വൽമീനാമീൻ ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും എന്നേക്കും തന്നെ നിത്യമായി മുദ്ര ഒത്തുവിടുകയാണ്. അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് തൻ്റെ രണ്ടാമത്തെ വരവിൽ വരുമ്പോൾ ഈ മുദ്ര എന്നേക്കുള്ളതാണ്. അത് അവിടെ കാണണം. പക്ഷേ മ്ലേച്ഛതകൾ ചെയ്താൽ ഈ മുദ്ര അവിടുന്ന് മാഞ്ഞു പോകും. അത് പുരോഹിതന്മാർ ആദ്യം ശ്രദ്ധിക്കണം. പുരോഹിതനിൽ അത് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ജനത്തിലും കാണത്തില്ല. ഇടയനില്ലാതെ ആടുകൾ നശിച്ചു. അതുകൊണ്ടാണ് പുരോഹിതന്മാരെ പിശാച് ടാർഗറ്റ് ചെയ്യുന്നത്. അവരിൽ ദൈവാശ്രയം കുറച്ചിട്ട് അവരിൽ ജഡീക ആസക്തി വളർത്തിയിട്ട് അവരെ ബലിപീഠത്തിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് പുരോഹിതൻ ആരാധനയ്ക്ക് പകരം വേറെ എന്തിനെങ്കിലും അതിനേക്കാളിൽ പ്രാധാന്യം കൊടുത്താൽ ദൈവാരാധനയ്ക്കും കർത്താവുമായിട്ടുള്ള സംസർഗത്തിലും ഇരിക്കുന്നതിന് വിപരീതമായി എന്തെങ്കിലും അധികമായിട്ട്, അത് ആരായാലും കൊള്ളാം, ജോലിയാണേലും കൊള്ളാം, ബിസിനസ് ആണെങ്കിലും കൊള്ളാം, എന്ത് കാര്യത്തിനെങ്കിലും ആരാധന മാറ്റിവെച്ച് പ്രാധാന്യം കൊടുത്താൽ നെറ്റിയിൽ നിന്ന് അന്ന് മാമോദീസയിൽ കിട്ടിയ പാടുമാറും പട്ടം കുടയ്ക്ക് സെപ്പറേറ്റ് അനോയിൻമെൻറ്റ് ഉണ്ട്, അതും പോകും. പട്ടം കുടയ്ക്ക് സെപ്പറേറ്റ് അനോയിൻമെൻറ്റാണ്. ഔദ്യോഗികമായി അല്ലെങ്കിൽ ദൈവികമായ ശുശ്രൂഷ ഭരമേൽപ്പിക്കപ്പെടുവാനായിട്ട് സെഹിയോൻ മാളിയിൽ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റുവാനായി അവരെ മാത്രം വിളിച്ച് അവരിന്മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവിൻ എന്ന് പറഞ്ഞു കൊടുത്ത പൗരോഹിത്യ നൽവരത്തിലും പ്രത്യേകമായി റൂഷ്മ ചെയ്തിട്ടുള്ള പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ റൂഷ്മ ചെയ്തപ്പെട്ടിട്ടുള്ള മുദ്രയും മ്ലേച്ഛത മൂലം നീങ്ങിപ്പോകും. അങ്ങനെ നീങ്ങിപ്പോയാൽ അവരെ വെട്ടിക്കളയുവാനായിട്ട് പറഞ്ഞിരിക്കുന്നു, നീക്കിക്കളയുവാനായിട്ട് പറഞ്ഞിരിക്കുന്നു. നിത്യപുരോഹിതനായ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നുണ്ട്. ഏതവസ്ഥയിലും രക്ഷ ഉണ്ട് എങ്കിലും മാനസാന്തരത്തിലും അനുതാപത്തിലും നമ്മൾ നീങ്ങിയില്ലെങ്കിൽ അത് വലിയൊരു തകർച്ചയിലേക്ക് പോകും. നമ്മളിനി റോമർക്കെഴുതിയ ലേഖനം ഇപ്പോൾ പഠിക്കുമ്പോൾ കരുണയെപ്പറ്റി പഠിക്കും. കരുണ അന്നേരം ഞാൻ പറഞ്ഞുകൊള്ളാം. കാരണം കരുണ എന്ന വാക്ക് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കരുണ കിട്ടും. പക്ഷേ അങ്ങനെയല്ല, അതിൻ്റെ ഒരു പ്രോസസ്സിങ് അങ്ങനെയല്ല. അതായത് അനുദപിക്കാതെ കരുണ വരത്തില്ല. കർത്താവ് കരുണയുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തോന്നിവാസവും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കരുണ കിട്ടില്ല, കരുണ ബ്ലോക്കാവും. അനുദപിക്കുന്നവനുള്ളതാണ് കരുണ. അനുദപിക്കുന്ന പാപിക്കുള്ളതാണ്, എല്ലാ പാപികൾക്കും ഉള്ളതല്ലത്. ഇരുട്ടിൽ മാത്രം കഴിയുന്നവന് കിട്ടുന്നതല്ല കരുണ, അനുതാപമുള്ളവന് കിട്ടുന്നതാണ് കരുണ. അത് നമ്മൾ ആ ഭാഗം ഇനി വരുന്നുണ്ട്. ഈ 2-ാം അധ്യായം നമ്മൾ ഇന്ന് തുടങ്ങും. ആ ഭാഗത്ത് ആ കാര്യം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ആദം പാപം ചെയ്തപ്പോൾ ഒരു വലിയ എക്സ്പ്ലോഷനാണ് ഉണ്ടായത്, ഒരു ബോംബിടിയിലാണ്. ഇപ്പോൾ ബോംബിടിയിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? ഇവിടെ വരെ നമ്മൾ ഭയപ്പെടുകയാണ്. എവിടെയോ ഇട്ട ബോംബ് കാരണം നമ്മൾ ഭയപ്പെടുകയാണ്. ഇവിടെയും വരാം.
സാധ്യതക്കുറവൊന്നുമില്ല. അതെല്ലാം സംഭവിക്കും, വലിയ താമസമൊന്നുമില്ല. ഇനിയുള്ള 5, 6, 7, 8 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള വർഷങ്ങൾ പോലെയല്ല. നിർമ്മിത സാങ്കേതിക വിദ്യ പുരോഗമിച്ചിരിക്കുന്നത് അപ്രകാരമാണ്. ഒരു വശത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മറുവശത്ത് അതുപോലെ കോട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനിയുള്ള കാലത്ത് ഇനിയും ഡോക്ടേഴ്സിൻ്റെ ആവശ്യം വേണ്ടി വരില്ല, എൻജിനീയേഴ്സിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. ഇതെല്ലാം മനുഷ്യർ ചെയ്യുന്നതിനേക്കാളും നല്ല വൃത്തിയായിട്ട് നല്ല ഒന്നാന്തരം ബൈപ്പാസ് സർജറി AI ചെയ്തു തരും, ഒന്നാന്തരമായിട്ട് ചെയ്തു തരും. എൻ്റെ ഇടവകയിൽ ഒരാൾ പോയി ചെയ്തിട്ടുണ്ട് അങ്ങനെ. ബൈപ്പാസ് അല്ലായിരുന്നു, ഒരു വേറൊരു ചെറിയ സർജറി ആയിരുന്നു. പക്ഷേ അത് റോബോട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തു, നല്ല വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തു. ഇവിടെ കേരളത്തിൽ നടന്ന സംഭവമാണ് പറഞ്ഞത്, ഈ കഴിഞ്ഞ വർഷം. ഇനിയിപ്പോൾ അതുകൊണ്ട് ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മളുടെ ആരോഗ്യകരമായ മേഖലയിലും ജോലി മേഖലയിലും ദേവാലയത്തിൻ്റെ മേഖലയിലൊക്കെ നടക്കുവാൻ പോകുന്ന വിപ്ലവത്തെപ്പറ്റി നമുക്കൊരു ധാരണയില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തുമാത്രം മാറിയേനെ. വരുന്നുണ്ട്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല. എൻ്റെ വചനങ്ങളെ വിശപ്പിനായിട്ട് തന്നെ ഒരു കാലം വരുന്നു എന്ന് വേദപുസ്തകത്തിൽ ആമോസ് പ്രവചിച്ചിരിക്കുന്ന പ്രവചനം ഇനിയും വലിയ താമസം കൂടാതെ നിറവേറും. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നത് തകർച്ച ഉണ്ടാകുമ്പോഴാണല്ലോ, എല്ലാം നശിക്കുമ്പോഴാണല്ലോ. ഇപ്പോൾ ഇറാൻ്റെ വാല്യൂ 0 ആണ്. ഏതിൻ്റെ വാല്യൂ? കറൻസിയുടെ വാല്യൂ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ കാര്യം? 0 ആയി. പണ്ട് കുവൈറ്റിൽ സംഭവിച്ചിരുന്നു അങ്ങനെ. ഇനിയിപ്പോൾ അവിടെ ഈ ക്രിപ്റ്റോ കറൻസിയിലല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇവിടെയും വരും. ഇന്ത്യൻ രൂപയുടെ വിലയും ഡോളറിൻ്റെ വിലയും എല്ലാം 0 ആയി പോകും. വലിയ താമസമൊന്നുമില്ലത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ഒരു ചായക്ക് കടയിൽ ചെല്ലുമ്പോൾ അവർ പറയും 5 ലക്ഷം രൂപ വേണമെന്ന് പറയും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എവിടെ? ഏത് രാജ്യമാണ്? സിംബാബ്വേയാണോ? സിംബാബ്വേയിലല്ലേ? ഒരു ചായക്ക് 2 ലക്ഷം രൂപ. ഇപ്പുറത്ത് ഇങ്ങോട്ടൊന്ന് റൊട്ടിയുടെ വാങ്ങിക്കാൻ പോകുമ്പോൾ 3 ലക്ഷം രൂപ. അപ്പോൾ ഇത്രയും ചുമന്നുകൊണ്ട് നടക്കുന്ന കാര്യമാണോ? അത് സംഭവിക്കാം. അന്നേരം ദൈവത്തോട് നിലവിളിക്കും. അത്രയും ശമ്പളമില്ല. ഒരു മാസത്തെ ശമ്പളം 1 ലക്ഷം രൂപയായിരിക്കും, ഒരു ചായയുടെ വില 2 ലക്ഷം രൂപയായിരിക്കും. എങ്ങനെ ഭക്ഷണം കഴിക്കും നിങ്ങൾ? അങ്ങനൊരു കാലം വരും. അതുകൊണ്ടാണ് ഈ ഫിനാൻഷ്യൽ മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യന് പണത്തോടുള്ള ആർത്തി തീരത്തക്കവണ്ണമുള്ള ടെക്നോളജി വന്നു കഴിഞ്ഞു. ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആ കാര്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. പണം നമ്മുടെ വിഷയമല്ല. ധനവാനും ആകുവാനും നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമല്ല. പക്ഷേ ധനവാന്മാർ ആകുവാൻ ആഗ്രഹിച്ചവരെല്ലാം ധനത്തോടുള്ള ആർത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ടെക്നോളജി ഇന്ന് വന്നിട്ടുണ്ട്. ഈ നമ്മൾ കരുതി കൂട്ടി വെച്ച രൂപയുടെ മൂല്യവും വാല്യൂ എല്ലാം ഇല്ലാതായിപ്പോകും. വലിയ താമസമൊന്നുമില്ല അതിന്. നിങ്ങളിപ്പോൾ നമ്മുടെ നിക്ഷേപങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ബാങ്കിലാണെന്ന് വിചാരിക്കുക. സത്യം പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ അധ്വാനിച്ച പൈസ വേറൊരിടത്ത് കൊണ്ട് വെച്ചേക്കുക. ഗവൺമെൻറ് ഒരു ദിവസം തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെ ബാങ്കുകാർ തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ഇടയ്ക്ക് അങ്ങനെ വന്നിട്ടുള്ളതല്ലേ, എൻ്റെ സാമ്പിൾ കാണിച്ചു തന്നിട്ടുള്ളതാണ് നിങ്ങളെല്ലാവരും. രൂപയുടെ മൂല്യം ഇല്ല. എന്തോ ചെയ്യും? എന്ത് ചെയ്യും? ഞങ്ങളത് അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നത് ഒരു കാര്യമല്ല. യുദ്ധം വന്ന് നിൽക്കുകയാണ്. ഇന്ന് മരിക്കും അല്ലെ നാളെ മരിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ കിടന്ന് ശബരം ചെയ്യാനൊന്നും പറ്റത്തില്ല. ക്രിട്ടിക്കൽ സ്റ്റേജാണ്. പൈസയില്ല. എന്ത് ചെയ്യും? പിന്നെ ഒറ്റ വിളിയേ ഉള്ളൂ, മേപ്പോട്ട്. അങ്ങനെ ഒരു കാലം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. കാരണം മനുഷ്യന് പണത്തോടുള്ള ആർത്തി നശിക്കാതെ, അതിനോടുള്ള ഈ തീവ്രമായ ഈ പ്രേമം നശിക്കാതെ, ഇതില്ലാണ്ടാവാതെ മനുഷ്യൻ്റെ അഹങ്കാരമോ സ്വാർത്ഥതയോ ഇല്ലാതാവത്തില്ല. അത് സഭയിലായാലും കൊള്ളാം, രാഷ്ട്രീയത്തിലായാലും കൊള്ളാം, ജോലി മേഖലയിലായാലും കൊള്ളാം, എവിടെയാണെങ്കിലും കൊള്ളാം. ഈ പണം വെച്ചാണ് പിശാച് മറ്റൊരു വലിയ കെണി ഒരുക്കി വെച്ചിരിക്കുന്നത്. പണം, പ്രതാപം, സെക്സ്, ഇത് മൂന്നിലുമാണ് പിശാച് കെണി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി വളരെ സൂക്ഷ്മമായി നമ്മൾ ബോധ്യമുള്ളവരാകുകയും ദൈവത്തോട് മുന്നമേ അനുതാപത്തോടും പ്രാർത്ഥനയോടും കൂടി കഴിഞ്ഞുകൂടുകയും വേണം. അതിനുള്ള നല്ല ഒന്നാന്തരം ആയുധമാണ് ഈ നോമ്പെന്ന് പറയുന്നത്. അതായത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക, നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുക. 3 തലങ്ങളിൽ വിശുദ്ധീകരണം നടക്കണം. നോമ്പിൻ്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 3 തലങ്ങളിലാണ് ഇതിൻ്റെ
ഈ ഡയറക്ഷൻ കിടക്കുന്നത്. ഒന്ന്, ആത്മാവിനെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള ഒരുക്കമാണ്? കർത്താവിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കം. നമ്മളിങ്ങനെ ഒരുക്കുകയാണ്. നമ്മൾ ആത്മാവിനെ ഒരുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശരീരത്തിന് വെടിപ്പ് വേണം. ശരീരത്തിൻ്റെ വെടിപ്പില്ലാതെ ആത്മാവിന് ഒരുക്കം ഉണ്ടാവില്ല. ആത്മാവിന് നല്ല ശുദ്ധിയും വെടിപ്പും അല്ല, സ്വച്ഛ സ്ഫടികം പോലെ അത് ശുദ്ധിയുള്ളതായിരിക്കത്തക്കവണ്ണം ശരീരമാണ് അതിനെ സഹായിക്കുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ഒരുക്കം ഒരു വശം, ശരീരത്തിൻ്റെ വിശുദ്ധി മറ്റൊരു വശം. മൂന്നാമത് സാമൂഹികമായി നമ്മുടെ കടപ്പാടാണ്. ഇത് ഈ പ്രാർത്ഥനകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷത്തിൽ മാത്രം നോമ്പേൽപ്പോൻ നേരായി നോമ്പേൽപ്പോനല്ല, നിഷ്ഫലമായിടും ഈ ഭക്ഷണ നോമ്പതിനെ ദ്വേഷിപ്പൂ ദൈവം എന്നാണ്. ഗാത്രത്തോടൊപ്പം ചേലോടാത്മാവും നോമ്പത് നോൽക്കണം. ഭോജ്യത്തെ മെയ്യെന്നോണം ദുശ്ചിന്തകളെ വെടിയണം ആത്മം. ദുഷ്ടവിചാരങ്ങളെ വർജിക്കുന്നില്ലെന്നാകിൽ വ്യർത്ഥമഹോ ഭക്ഷണ നോമ്പേറ്റം. എന്നിട്ട് പിതാക്കന്മാർ പാടുകയാണ്, ഭോജ്യത്തെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ സാധുജനങ്ങളെ കരുതണം. അതാണ് സാമൂഹികമായ കടപ്പാട്. ആ ഒരു കർഷകന്റെ പുറകെ കേദാരം വരില്ല. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ നോമ്പിലെ ഉച്ച നമസ്കാരത്തിലെയാണ് തോന്നുന്നു, വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ മറ്റുമാണ്, വ്യാഴാഴ്ചത്തെ അല്ലേ. ഒരു കർഷകന്റെ പുറകെ കേദാരം വരില്ല. നമ്മൾ ആ കേദാരത്തെ അന്വേഷിച്ച് പോകണം. അതുകൊണ്ട് സാധനങ്ങൾ നിങ്ങളെ സമീപിക്കാനായിട്ട് നിങ്ങൾ നോക്കി നിൽക്കരുത്. നിങ്ങൾ അവരെ കണ്ടെത്തി ഭക്ഷണം കൊടുക്കണം. അത് നോമ്പിൽ ചെയ്യേണ്ട ഒരു സാമൂഹികമായ കടപ്പാടാണ് എന്ന് പിതാക്കന്മാർ പ്രാർത്ഥനകൾ ഓർപ്പിക്കുന്നുണ്ട്. തിയോളജി മാത്രമല്ല അവർ പറയുന്നത്. നമ്മളിവിടെ തിയോളജി മാത്രം പറഞ്ഞു പോയാൽ ആവത്തില്ല. വേദശാസ്ത്രങ്ങൾ ആഴമുള്ളതാണ്. ദൈവിക രഹസ്യങ്ങൾ അറിയുന്നതും അതിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങുന്നതും ആനന്ദമുള്ളതാണ്. അതേസമയം അതിൽ മാത്രം ഇരുന്നാൽ പോരാ. നമുക്ക് സമൂഹത്തോടൊരു കടപ്പാടും ബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ട്. ആ സ്നേഹം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം. നമ്മുടെ ഉള്ളിൽ കൂടി ക്രിസ്തു സ്നേഹം ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് ചെയ്യണം, പരസ്യമാക്കാൻ പോകരുത്. ഒരു കാര്യം പരസ്യമാക്കരുത്. ചിലപ്പോൾ ആരും അറിയണ്ട, ഒരു മനുഷ്യനും അറിയണ്ട, ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയാതെ വണ്ണം അത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറയുന്നത് ആദമിന് കൊടുത്ത അതേ ഭൂമിയാണ്. പക്ഷെ ആദം ചെയ്ത പാപം കാരണം ആ ഭൂമിയിൽ ശാപഗ്രസ്തമായ ഒരു ബോംബ് വന്ന് വീണു. അതിൻ്റെ ഫലമായി ഭൂമിക്ക് ക്ഷീണമുണ്ടായി, ക്ഷയമുള്ളതായി മാറി. അക്ഷയനായിരുന്ന ആദം ക്ഷയമുള്ളവനായി മാറിയപ്പോൾ അക്ഷയമായിരുന്ന സൃഷ്ടി ക്ഷയമുള്ളതായി മാറി. ആ ക്ഷയമുള്ളതായ അവസ്ഥയിൽ ക്ഷയമുണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ശരീരമെടുത്ത് അക്ഷയനായി ജീവിച്ച് പാപമില്ലാതെ ജീവിച്ച് ക്ഷയമുള്ളതിനെ അക്ഷയമുള്ളതാക്കുവാനുള്ള സാധ്യതയെല്ലാം തന്ന് കുറച്ച് കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മളും സഹകരിച്ച് ക്രിസ്തുവിനോട് സഹകരിച്ച് ചെയ്യണമെന്ന് നമ്മളെ പ്രബോധിച്ചതിന് ശേഷം അവൻ സ്വർഗത്തിലേക്ക് കയറിയിട്ട് വന്നു. ഞാൻ രണ്ടാമതിനി ഒന്നും കൂടെ വരും, അന്നേരം പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടം. അതിന് പിന്നെ മരണമില്ല, നമ്മൾ പിന്നെ പ്രായമില്ല, ക്ഷയമുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ശരീരമെല്ലാം ക്ഷീണിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്തോടെ നമ്മൾ തൊലിയുടെ ചുളിവിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. മേക്കപ്പിനൊക്കെ ഒരു പരിധിയുണ്ടെന്ന് പണ്ട് ഏതോ ഒരു നടൻ പറഞ്ഞ പോലെ. അപ്പോൾ അത് ലിമിറ്റ് കഴിയും. ഏത് ശരീരത്തിൻ്റെ തൊലിയും ചുളിയും ഏത് മനസ്സും ക്ഷീണിതമാവും. എത്ര കൂർമ്മ ബുദ്ധിയുള്ളവൻ്റെയും ഓർമ്മയില്ലാണ്ടാവും. ആ സമയത്ത് നമ്മുടെ ആത്മാവ് ശോഭിച്ച് നിൽക്കത്തക്കവണ്ണം മാനസാന്തരത്തിലൂടെയും അനുതാപത്തിലൂടെയും നമ്മൾ നടന്നു നീങ്ങേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളവൻ കഴുകനെ പോലെ പറന്ന്, ബാല്യക്കാർ തളർന്നു വീഴും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ അവർ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ എന്ത് ചെയ്യും? നടക്കുകയും ചെയ്യും. അങ്ങനെയാണോ? അങ്ങനൊരു വചനമുണ്ട്. അത് കാത്തിരിക്കണം. അതിനുള്ള സമയങ്ങളാണ്. മുഴുവൻ സമയവും അതിനുവേണ്ടി നമുക്ക് ഉപയോഗിച്ച് ദൈവത്തിനെ സമർപ്പിക്കാം. അങ്ങനെ പുതിയ ആകാശം പുതിയ ഭൂമി ആയിട്ട് കാത്തിരിക്കാം. പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ ആകമൊത്ത സാരം, എവിടെയൊക്കെ സംഭവിക്കുന്ന യുദ്ധങ്ങൾക്ക് കാരണം നമ്മുടെ പാപവും ആകാം. അത് നമ്മൾ യെശയ്യാ 40-ാം അധ്യായം 30 വായിച്ചേ. 40 യെശയ്യാ പ്രവചനം എല്ലാവരും കൂടെ എടുത്ത് ഒരുമിച്ച് വായിക്കാമോ? യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 30-ാം വാക്യം എല്ലാവരും എടുത്ത് ഒരുമിച്ച് വായിക്കും.
29 തൊട്ട് വായിക്കാൻ ആവശ്യപ്പെടുന്നു. 29 തൊട്ട് യെശയ്യാപ്രവചനം ഞാനിവിടെ നിന്ന് എടുത്തോട്ടെ. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 29-ാം വാക്യം വായിച്ചോളൂ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിക്കുന്നു. ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വളരെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമുക്കൊരു അവസാനമുണ്ട്. ഞാൻ ഇത്രയും കാര്യം പറയാൻ കാര്യം, ഇന്ന് രാവിലെ എൻ്റെ ക്ലാസ്മേറ്റ് ഒരാൾ മരിച്ചുപോയി. കഴിഞ്ഞ 6 മാസം മുമ്പ് അതേ ക്ലാസ്സിൽ പഠിച്ച മറ്റൊരു സുഹൃത്ത് മരിച്ചുപോയി. എത്ര ശോഭയായിട്ട് അല്ലെങ്കിൽ പ്രസന്നമായിട്ട് സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ ജീവിച്ചിരുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. എപ്പോൾ വേണേലും ഈ സാധനം ഒന്ന് തലക്കടിച്ച് നമ്മളെ എടുത്തുകൊണ്ട് പോകാം. യുദ്ധശ്രുതികളിലും ഒന്നും മരിച്ച ആളുടെ കാര്യമല്ല പറഞ്ഞു. രാവിലെ എണീച്ചപ്പോൾ ആളില്ല, പോയി. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ക്രിമേഷനാണ്. ഹൈന്ദവനാണ്, അതുകൊണ്ട് ക്രിമേഷനാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മളുടെയും ജീവിതത്തിൻ്റെ സായാഹ്നം അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ സായാഹ്നത്തിലാണ്. നമ്മളെ വിചാരം ഈ സായാഹ്ന കാലഘട്ടം എന്നൊക്കെ പറയുന്ന ഒരു 80, 85, 90 വയസ്സൊക്കെ ആകുമ്പോഴാണ് ജീവിതത്തിൻ്റെ സായാഹ്നം എന്നാണ്. ഒന്നുമല്ല. 40 കഴിഞ്ഞ് അങ്ങോട്ട് പിടിച്ചോണം സായാഹ്നം ഉണ്ടെങ്കിൽ, 40 വരെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സായാഹ്നമായി നമ്മുടെ ഒരു 90% ജീവിതം പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരു കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമുക്ക് ആ ഒരു വലിയ നിമിഷത്തെ പറ്റി സന്തോഷത്തോടെ കാത്തിരിക്കാം. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ 1-ാമത്തെ അധ്യായം ഏകദേശം പൂർത്തീകരിച്ചു. ഏകദേശമല്ല, നമ്മൾ പൂർത്തീകരിച്ചു. ഇനി 2-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ ആകമൊത്തത്തിൽ അവസാന ഭാഗത്തൊക്കെ പൗലോസ്ലീഹ വിജാതിയരോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ആവരുത്, ഇത്തരം പ്രവർത്തികൾ നിങ്ങൾ ചെയ്യരുത്, ഇങ്ങനെ പ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ, കർത്താവിനെ കോപിപ്പിക്കരുത്. ആ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് 2 ഭാഗത്തായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന് അവരുടെ പ്രവൃത്തി കാരണം കർത്താവിൻ്റെ സത്യത്തെ അവർ ഇകഴ്ത്തി താഴ്ത്തി കൊണ്ടുവന്നിട്ട് ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, പക്ഷി, ഇഴജാതി ഇവയോട് സാദൃശ്യമാക്കി കളഞ്ഞു. അതിൻ്റെ എല്ലാം വിശദമായ വിവരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പഠിച്ചതാണ്. 24-ാം വാക്യത്തിൽ, 1-ാം അധ്യായമാണ്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ ദൈവം നമ്മളെ ആ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ദൈവമക്കളെ ചിലപ്പോൾ പിശാചിൻ്റെ ഏജൻസിക്ക് വിട്ടുകൊടുത്തിട്ട് അവൻ അവിടെ നമ്മളെ ഒന്ന് ഉരുക്കി ടെർമോയിലിട്ട് പിന്നെ തീച്ചൂളയിലിട്ട് ഒന്ന് പഴിപ്പിച്ചെടുക്കും. അന്നേരം നമ്മൾ ഒന്ന് നിലവിളിക്കും, ദൈവമക്കളായ എനിക്കെന്താ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനായ, ദൈവത്തിൻ്റെ മകളായ എനിക്കെന്താണ് ഈ അവസ്ഥ? എവിടെയൊക്കെയോ അല്ലെങ്കിൽ നമ്മളോ നമ്മളുടെ പൂർവികരോ കർത്താവിനെതിരായിട്ട് ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ പരിണിത ഫലം അതിൽ തന്നെ ഉള്ളതുകൊണ്ട്, കർത്താവ് ചെയ്യുന്നതല്ലേ, അതിൽ തന്നെ ഉള്ളതുകൊണ്ട് അത് ചിലപ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ സമയത്തും നമ്മൾ അനുതാപത്തോടും പ്രാർത്ഥനയോടും കൂടി അതിനെ സഹിച്ച് നേരിട്ട് ജഡത്തിൽ കഷ്ടാനുഭവിക്കുന്നവൻ ഇനി ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം മാനുഷിക മോഹമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത്ര അധീനരാകിയാൽ പാപം അവനിൽ കർത്തൃത്വം നടത്തിയില്ല. വായിക്ക് 1 പത്രോസ് 4:1. 1 പത്രോസ് 4:1. പാപം അവനെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ ശരീരത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താലും അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഇയ്യോബിനെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഇയ്യോബ് ഒരു പാപം ചെയ്തിട്ടല്ല, എന്നിട്ട് പോലും അതൊരു പരീക്ഷണാർത്ഥം സാത്താന്റെ ഇഷ്ടപ്രകാരം സാത്താന് തന്നെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. നീ അവനെ പണിഞ്ഞോളാൻ പറഞ്ഞു, ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നിന്റെ ജീവനെ തുടരുത്.
അതെനിക്ക് അവകാശപ്പെട്ടാണ്. ബാക്കി എന്തോ ചെയ്തു. കാരണം ദൈവത്തിന് മുന്നമേ അറിയാം ഇവന് നല്ല ടഫ് ക്വസ്റ്റ്യൻ കൊടുത്താൽ പാസ്സാകുന്ന ആളാണ്. അങ്ങനെ ഒരാൾ വേണ്ടേ ദൈവത്തിന്? IAS പാസ്സായ ഒരുത്തം വേണ്ടേ? എല്ലാം ഇങ്ങനെ 10ാം ക്ലാസ് പാസ്സായിരുന്നാൽ മതിയോ? IAS പാസ്സായ ഒരുത്തം വേണ്ടേ? അപ്പോൾ ഇയ്യോബിനെ ഈ തീച്ചോളയിൽ ഇട്ടാൽ അവൻ കയറി വരുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഒരു കാര്യം മാത്രം, ജീവനെ തൊടരുത്, ബാക്കി എന്തുവേണേ ചെയ്തോളം പറഞ്ഞു. മൊത്തം തൂത്തുവാരിക്കൊണ്ട് പോയി പിശാച്. പിള്ളേരെ കൊണ്ടുപോയി, ആടുമാടുകളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നല്ലോ സ്വത്ത് മൊത്തം പോയെന്നർത്ഥം. അന്നത്തെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ആടുകളും മാടുകളും ഒട്ടകങ്ങളും ഒക്കെയാണ്, അല്ല പൈസ അല്ല. ബാർട്ടർ സിസ്റ്റമാണ് ഇന്ന്. 2 ഒട്ടകം കൊടുത്താൽ ഒരു അരി കിട്ടും, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒട്ടകങ്ങളും ആടുമാടുകളും സമ്പത്തും കൃഷിയും എല്ലാം പോയി. പെൺപിള്ളേർ മരിച്ചുപോയി, ആൺപിള്ളേർ മരിച്ചുപോയി, സർവ്വതും പോയി. ഭാര്യ ദിവസം തോറും ചീത്ത പറച്ചിൽ തന്നെ, വേറൊന്നും കേൾക്കാനില്ല. അവരും പോയി. 3 സുഹൃത്തുക്കൾ മാത്രം. അവരെ ദിവസവും വന്ന് മാറി മാറി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങളാണ് നീതിമാന്മാരെന്ന് പറഞ്ഞുകൊണ്ട് അവരിയ്ക്കുകയാണ്. ഇത് നീ ദൈവത്തെ മര്യാദയ്ക്കൊന്നുമല്ല, ഇങ്ങനൊന്നുമല്ല ദൈവത്തെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ആരൊക്കെയാണ് പേര് പറയാമോ? ഇയ്യോബിന്റെ സ്നേഹിതരുടെ പേര് ആരൊക്കെയാണ് പറയാമോ? പഠിക്കാൻ എളുപ്പമാർഗമുണ്ട്. എന്താണെന്ന് അറിയാം? എലിഫസ്, സോഫർ, ബിൽഹാദ്. ആലോചിക്കേണ്ടി വരത്തില്ല, നിങ്ങൾ ABC എന്ന് പഠിച്ചാൽ മതി. ABC എനിക്ക് ഓർത്തിരിക്കേണ്ടേ പല കാര്യങ്ങൾ. ABC. എലിഫാസ്. പിന്നെ എലിഫാസ് എന്നുള്ള സ്പെല്ലിംഗ് ഈ ആയിരിക്കാൻ തുടങ്ങുന്നത്, പക്ഷെ നമ്മൾ പഠിക്കുവാൻ വേണ്ടി എലിഫാസ്, ബിൽഹാദ്, സോഫാർ എസ് ആയിരിക്കാം, പക്ഷെ നമുക്ക് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കുക നമ്മുടെ സ്പെല്ലിംഗ് ഇതാണ്. പേരിന് അങ്ങനെ പ്രത്യേകിച്ച് സ്പെല്ലിംഗ് ഒന്നുമില്ലല്ലോ. എൻ്റെ പേര് ജോണെന്ന് എഴുതുന്ന പലരും എഴുതി കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്? JONE എഴുതും. ഈ സർക്കാർ ഓഫീസിലൊക്കെ പോകുമ്പോഴേ ചിലർ JO വേറെ ഏതോ ഒരു സ്പെല്ലിംഗ് ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. JOH എന്നാണ് അല്ലേ? അത് വേറെ ഏതൊക്കെയോ രീതിയിൽ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ എഴുതാം. അതുകൊണ്ട് പേരിൻ്റെ സ്പെല്ലിങ്ങിൽ വലിയ പ്രയാസവും പ്രശ്നമൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ABC, എലിഫാസ്, ബിൽഹാദ്, സോഫാർ. ഈ 3 പേരും തങ്ങളാണ് നീതിമാന്മാർ. ഇത്രയൊക്കെ നീ ദൈവത്തെ വിളിച്ചിട്ടും ദൈവം നിന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നിന്റെ വിശ്വാസത്തിനും നിന്റെ ആരാധനയ്ക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അവർ ഇയ്യോബിനെ അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കാൻ അങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തങ്ങളാണ് നീതിമാന്മാർ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ദൈവം അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താലും അതിൽ നിന്ന് പാസ്സായി വരണം. അത് ശാരീരികമായും മാനസികമായും ദൈവമക്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവവേദിയാവും. ചിലപ്പോൾ മരണം വരെ അത് കാണും. അത് ഒരു കർത്താവിൻ്റെ മുഖം നമുക്ക് തന്നിരിക്കുന്നതിന് സന്തോഷത്തോടെ ഏറ്റെടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഒരു വിശുദ്ധീകരണം എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ശുദ്ധീകരണം അതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. വായിച്ചായിരുന്നോ പത്രോസ് 4:1? വായിച്ചില്ലല്ലോ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ച പോലെ. എവിടെയാണ് ജഡം? ജഡം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ മനസ്സിൽ വരണം. ഏതൊക്കെയാണ്? അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് 2 ചെയ്യുന്നതുകൊണ്ട് ഏതൊക്കെ എവിടെയാണ് പറഞ്ഞതെന്ന് ആകെപ്പാടെ കൺഫ്യൂഷനാണ്. ജഡം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഈ ശരീരം മാത്രമല്ല, നമ്മുടെ ദേഹിയും കൂടെ ചേർന്ന്, എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി ജഡം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ പിതാക്കന്മാരുടെ പ്രാർത്ഥനയിലൊക്കെ ഉണ്ട്. കർത്താവേ, ജഡീകമായ ആസക്തിയിൽ ഞങ്ങളെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ മാനസികമായ ആഗ്രഹങ്ങളും അതിൽപ്പെടും. ജഡം എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും കൂടെ ചേർന്നതാണ്. മനസ്സിലായോ? ഇനി വായിച്ചേ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചിരിക്കാൻ നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം, അതായത് നമ്മളിപ്പോൾ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുക, പ്രയാസമുണ്ട്, മാനസികമായ പ്രയാസമാണ്, കുഞ്ഞുങ്ങളെപ്പറ്റി വേദന, മറ്റ് പണസംബന്ധമായ വേദന, വഞ്ചനയുടെ വേദന, ദാരിദ്ര്യത്തിൻ്റെ വേദന, പിന്നെ ശരീരത്തിൽ വിശപ്പിൻ്റെ വിളി, ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ വിളി, ശരീരത്തിലെ വ്രണങ്ങളുടെ നിലവിളി, അതിൻ്റെ പ്രയാസം, ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഭാരം, വിവിധ രീതിയിൽ മനുഷ്യന് ജഡത്തിൽ ഭാരമാണ്. അപ്പം പൗലോസ് പറയുകയാണ്, ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നവൻ ജഡത്തിൽ ഇനി ശേഷിച്ചിരിക്കുന്ന കാലം, അതായത് ഇനി ഉള്ള ബാക്കിയുള്ള കാലം എന്ത് ചെയ്യണം? മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല
ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത്രയും നിങ്ങൾ അധീനരാകിയാൽ, കാരണം ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഇത് ദൈവത്തിൻ്റെ മക്കളിൽ, അതാണ് എൻ്റെ അസംഷൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ മക്കളിൽ ദൈവം അറിയാതെ ഒരു കാര്യവും നടക്കുവാൻ പറ്റില്ല. ഇനി നമ്മൾ വിചാരിച്ചാലും പറ്റില്ല. മാമോദീസയുടെ മുദ്ര വീണിട്ടുണ്ടോ അവന് അധികാരമുണ്ട്. അധികാരം, നമ്മളുടെ മേലെ അധികാരമുണ്ട്. ഇപ്പോൾ ഈ ദേവാലയം അല്ലെങ്കിൽ ഏത് ദേവാലയം നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ദേവാലയത്തിലെ ഒരു വിശുദ്ധൻ്റെ നാമത്തിലാണെങ്കിൽ ആ വിശുദ്ധന് ആ ദേവാലയത്തിലൊരു അധികാരമുണ്ട്. നമ്മളെ അല്ല പിന്നെ ആ ദേവാലയം. നിങ്ങളുടെ വീടിൽ നിങ്ങളൊരു അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കർത്താവിനൊരു സ്പേസ് നിങ്ങളുടെ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാക്കിയിരിക്കണം. ആ സ്പേസ് ഒരു വിശുദ്ധൻ്റെ നാമത്തിൽ അങ്ങ് ആക്കിയാൽ ആ വിശുദ്ധനാണ് അവിടുത്തെ അധികാരം. ആ സ്പേസിൻ്റെ അധികാരം. ആ സ്പേസിൻ്റെ അധികാരം വിശുദ്ധനാണെങ്കിൽ ആ ഭവനത്തിൻ്റെ അധികാരം ആ വിശുദ്ധനാണ്. അതുകൊണ്ടാണ് ഈ പള്ളിയുടെ പേരുകൾ, സ്ഥാപനത്തിൻ്റെ പേരുകൾ ചുമ്മാ ഒരു പേരിടാൻ വേണ്ടി ഇടുന്നതല്ല. മാർ കുറിയാക്കോസ് ദേറ അല്ലെങ്കിൽ സെന്റ് സ്റ്റീഫൻസ് ഹോൾ എന്നൊക്കെ ഇടും. നമ്മൾ ചുമ്മാ ഇത് സെന്റ് സ്റ്റീഫൻസ് ഹോൾ. ബസ്സിന് പണ്ട് പേരിടുമായിരുന്നു അല്ലേ, സെയിന്റ് മേരി എന്നൊക്കെ പേരിടുമായിരുന്നു. ഇപ്പം ആരും അങ്ങനെയൊന്നും ഇടുന്നത് കാണുന്നേ ഇല്ല. അത് നല്ല കാര്യമാണ്. കാരണം ആ ബസ്സിൻ്റെ അധികാരി പരിശുദ്ധ മാതാവെന്നാണ് ഈ പറയുന്നത്. അല്ലാതെ എന്താണ്? അതാണ് അതിൽ അങ്ങനെ ഏറ്റെടുക്കുന്നവനതും പിടികിട്ടും. അല്ലാത്തവർക്ക് ഇത് വെറും പേരാണ്. സെന്റ് മേരീസ് ബസ് വന്നല്ലേ, സെന്റ് സ്റ്റീഫൻസ് ഹോളിൽ കല്യാണ സദ്യയുണ്ട്, അത്രേ പറയത്തുള്ളൂ. ആ ഹോളിൻ്റെ അധികാരി സെന്റ് സ്റ്റീഫൻ ആണെങ്കിൽ കല്യാണത്തിൻ്റെ അന്ന് അവിടെ എന്ത് നടത്തണമെന്നുള്ളത് സെന്റ് സ്റ്റീഫൻ തീരുമാനിക്കും. അല്ലാതെ അവിടെ കൂത്തും പേയും ഒന്നും അവിടെ നടക്കത്തില്ല. അതാണ് ദേവാലയത്തിൽ കുറിയാക്കോസ് സഹോദരയുടെ ആലയം അല്ലെങ്കിൽ സ്തേഫാനോസ് സഹോദരയുടെ ആലയം, പരിശുദ്ധ മാതാവിൻ്റെ ആലയം അല്ലെങ്കിൽ ഏത് വിശുദ്ധൻ്റെ ആലയമായാലും ദൈവിക കാര്യങ്ങൾ നടക്കേണ്ട സ്ഥലത്ത് അവർ വേറൊന്നും അനുവദിക്കത്തില്ല. അവിടെ ഗാനമേള സമ്മതിക്കത്തില്ല. ഗാനമേള നടത്തി കൂത്തും പാട്ടും നടത്തുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളിക്കാരെല്ലാം കൂടെ എൻ്റെ നേരെ വരും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു പള്ളി ഉദ്ദേശമല്ല പറയുന്നത്. എൻ്റെ ചാപ്പൽ തന്നെ പറയാം. ഇപ്പം മാർ കുറിയാക്കോസ് തയ്യാറാണ്, അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ കുറിയാക്കോസ് പള്ളി ഒരുപാടുണ്ട്. അങ്ങനെയാകുമ്പോൾ അത് നമുക്ക് ആ പരിശുദ്ധൻ അനുവദിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഏറ്റെടുക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് എന്തും കാണിക്കാം. അപ്പം ആ പരിശുദ്ധൻ്റെ സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ആ പരിശുദ്ധൻ കർത്താവിലേക്ക് നമ്മളെ എപ്പോഴും അടുപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നറിഞ്ഞുകൂടാ, ഈ കുറിയാക്കോസാരുടെ ഒരു സാന്നിധ്യം വളരെ ശക്തമായിട്ട് അടുത്ത കാലങ്ങളിൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൊച്ചു കുഞ്ഞാണ്, ഇത്രയേ ഉള്ളൂ, 3 വയസ്സേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ശക്തിയല്ല അതിനുള്ളത്. അതായത് കർത്താവിന് വേണ്ടി മരിച്ചാണ്. അങ്ങനെ ഞാനിങ്ങനെ കുറേ കാലമായിട്ട് ഇതിങ്ങനെ ആഗ്രഹിക്കുകയാണ്. കുറിയാക്കോസ് എന്ത് വന്നാലും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം കുറിയാക്കോസ് അതായത് ഖബർ എനിക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ പോകണം. എനിക്ക് അത്ര ശക്തമായിട്ട് ആ കുഞ്ഞിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹാലുസിനേഷനാന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലേ? മനുഷ്യർ കളിയാക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത്രയ്ക്ക് ശക്തമായ സാന്നിധ്യമാണ്, പച്ചയ്ക്കുള്ള സാന്നിധ്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോൾ പ്രാർത്ഥിക്കാൻ ഇരുന്നാലും, എപ്പോൾ ആരാധനയ്ക്ക് കയറിയാലും, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും എന്ന് മാത്രമല്ല, എപ്പോഴും ഒരു സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട്. ഒരു കൊച്ചു കുഞ്ഞാന്ന് ഓർക്കണം, ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് 2-3 ദിവസം മുമ്പ് ഒരു കോർണർ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയി. ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ അവരോട് ഈ കാര്യമൊന്നുമല്ല, എങ്ങനെയോ കുറിയാക്കോസാദയുടെ ഒരു മെൻഷനിങ് എവിടെയോ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ഒന്നല്ല കുറേ പിക്ചേഴ്സ് ഇങ്ങനെ കൊണ്ടു നടക്കും. എപ്പോഴും കൊണ്ടു നടക്കും. എനിക്ക് ഐക്കൺസ് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഉള്ളതിൽ ഏറ്റവും മനോഹരമായി എനിക്കൊരു ഇഷ്ടമുള്ളൊരു പിക്ചർ, ഞാനിത് ആനന്ദപ്പള്ളി പള്ളിയിൽ കണ്ട പടം ഞാൻ മൊബൈലിൽ എടുത്തിട്ട് ഞാൻ തന്നെ ഇത് പ്രിൻ്റ് ചെയ്തെടുത്താണ്. ആനന്ദപ്പള്ളി കുറിയാക്കോസ് ദാദയുടെ നാമത്തിലുള്ളതാണ്. ആനന്ദപ്പള്ളിയിലൊരു ദേവാലയമുണ്ട്. അവിടെ ഏതോ ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് പോയപ്പോൾ അവിടെ തിരിച്ചെഴുതിയിട്ടുണ്ടോ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറയാൻ വന്നത് അതുപോലൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ മറ്റൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ
പ്രസംഗം കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, വെച്ചാൽ നമ്മുടെ പള്ളി കുറിയാക്കോസ് സാധാരണ നാമത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ രാത്രിയായി, ഒത്തിരി ലേറ്റായി. എന്നാൽ ഞാൻ പറഞ്ഞു, പള്ളി വരെ എന്നെ കൊണ്ടുപോകാമോ? പക്ഷെ സന്തോഷത്തോടെ എന്നെ കൊണ്ടുപോയി. അവിടെ ഒരു തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോയത്. തിരുശേഷിപ്പ് കബറ് കാണാനുള്ള ഭാഗ്യമില്ലെങ്കിലും തിരുശേഷിപ്പെങ്കിലും കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയി. അപ്പം ഞാൻ അതെല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്, ഒരു സ്തൂപം പോലൊക്കെ ഉണ്ടാക്കി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ അച്ഛനോട് ചെയ്യുന്ന അകത്ത് എന്താണെന്ന് ചോദിച്ചു. ഇപ്പം തുണിയാകാം, ചിലപ്പോൾ കബറിൽ നിന്നുള്ള മണ്ണാകാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇപ്പം പല തിരുശേഷിപ്പുകളും തിരുശേഷിപ്പ് വെക്കാൻ വേണ്ടി വെക്കുന്നതുകൊണ്ട് എനിക്കതിനോട് അത്ര താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ തിരുശേഷിപ്പെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അതിലെ പോയ മണ്ണൊക്കെ വാരിക്കൊണ്ട് പോയിട്ട് വെച്ചിട്ട് നിന്ന് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് നമ്മളതിനെ മാനിക്കണം. അങ്ങനെ ചുമ്മാ എന്തെങ്കിലും തിരുശേഷിപ്പിന് വേണ്ടി തിരുശേഷിപ്പെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കൊണ്ടുവച്ചാൽ പറ്റത്തില്ല. അതിനുള്ള ചില പ്രത്യേക ഘടകങ്ങളുണ്ട്. അത് തന്നെ തിരുശേഷിപ്പിന് വയ്ക്കാവും. അല്ലെങ്കിൽ നമ്മളതിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, 2 അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞതാണ്. ധൂപ പ്രാർത്ഥന നടത്തി കുറേ സമയം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞത്, നമുക്ക് സാന്നിധ്യവും താല്പര്യമുള്ള ഒരു പരിശുദ്ധൻ നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടാകണം. താരുമാവാം, എന്തുമാവാം. അപ്പോൾ അവർ നമ്മളെ കർത്താവിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള തീച്ചൂളയിൽ കൂടി കടക്കുമ്പോൾ അവർ നമ്മളെ സഹായിക്കും. കാരണം അവർ ഇതിനേക്കാളേ വലിയ തീച്ചൂളയിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് കർത്താവ് വിശുദ്ധന്മാരെ നമുക്ക് തരുന്നത്. കർത്താവ് ഏറ്റവും വലിയ തീച്ചൂളയിൽ കൂടി കടന്നുപോയി. കുരിശെന്ന് പറയുന്ന ആ മരണം അതിഭീകരമായ തീച്ചൂളയായിരുന്നു. എന്നാൽ അതിൽ കൂടെ കടന്നുപോയിട്ടുള്ള അതുപോലെ സഹതാപരണം അല്ലെങ്കിൽ അതുപോലെയുള്ള ഭീകരമായ മനുഷ്യന് താങ്ങുവാനും സഹിക്കുവാനും പറ്റുവാൻ സാധ്യതയില്ലാത്തതുമായ തീച്ചൂളയിൽ കൂടി കടന്നുപോയിട്ടുള്ള അനേക വിശുദ്ധന്മാരും വിശുദ്ധകളും ഉണ്ട്. അത് ഓരോരുത്തരുടെ പാപത്തിൻ്റെ ബലഹീനത അനുസരിച്ച് ആ പാപത്തിൽ നിന്ന് രക്ഷ നേടിയ വിശുദ്ധന്മാരും ശുദ്ധിമതികളുമുണ്ട്. ഇപ്പോൾ ഈ ആസനത്തിലൊക്കെ വരുന്ന ഈ ജഡീകമായ ആസക്തിയിൽ തകർന്നുപോയി രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, വിളിക്കാറുണ്ട്, വരാറുണ്ട്. അപ്പം അവരോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 1-2 വിശുദ്ധന്മാരാണ്. സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്റ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്റ്റ് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി. 17 കൊല്ലം വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അവർ അങ്ങോട്ട് പോയി ആണുങ്ങളെ വശീകരിക്കുകയായിരുന്നു പതിവ്, അല്ലാതെ അവരെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുകയായിരുന്നില്ല. 17 കൊല്ലം അവർ വിശുദ്ധിയായി. മാതാവ് അവരെ കയറി പിടിച്ചു. ഇതുപോലെ ഒരു ദേവാലയത്തിൽ പിൽഗ്രിമിൻ്റെ കൂടെ പോയതാണ്. ദേവാലയത്തിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അവർക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ആരും അവരെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ്. അശുദ്ധി പറ്റില്ല. അവരാ ദേവാലയത്തിലെ ആളുകളെ വശീകരിക്കാൻ വേണ്ടി ചെന്നതാണ്. ദൂരെ ഇതുപോലെ ഈ സൈഡിൽ ഇവിടെ മാതാവിൻ്റെ ഒരു ഐക്കൺ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ശക്തമായ ഒരു പ്രവാഹം അവരെ തളർത്തിക്കളഞ്ഞു. അവർ അവിടെ നിന്ന് അനുദപിച്ചിട്ട് അകത്തേക്ക് കയറി. എല്ലാവരും പോയി കഴിഞ്ഞ് മാതാവ് അവരോട് സംസാരിച്ച് 17 കൊല്ലത്തെ വേശ്യാവൃത്തി ജീവിതത്തിന് പകരം 17 കൊല്ലം ഒറ്റയ്ക്ക് ഏകാന്തമായി ഒരു മരുഭൂമിയിൽ താമസിച്ച് ജഡത്തോട് പോരാടി ജഡത്തെ ജയിച്ചു. ഒന്നും കഴിക്കത്തില്ല, കിട്ടുന്നതെല്ലാം കഴിക്കും. 17 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതന് അതുവഴി വന്നു. ആലോചിച്ച് നോക്കണം, ദൈവം ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ആ പുരോഹിതനോട് ഇവർ പറഞ്ഞു, എനിക്കൊരു വിശുദ്ധ കുർബാന ചൊല്ലി കൊണ്ടുതരാമോ? പുരോഹിതൻ ആദ്യം വരെ കണ്ടിട്ട് പേടിച്ചു പോയി. കാരണം വല്ല ഭൂതമോ പ്രേതമോ വല്ലതും ആണെന്ന് വിചാരിച്ചു. പക്ഷെ അവർ, ഞാൻ ഇന്നാളാണ്, ഇങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടിരിക്കുന്നത്, ഞാൻ 17 കൊല്ലമായിട്ട് ഇവിടെയാണ്, ശരീരമൊക്കെ കണ്ടാൽ എല്ലാം തൊല്ലിയും പോയി പോലെ ആയിപ്പോയി. അവിടെ ഒരു ഐക്കൺ എൻ്റെ കിട്ടിയിട്ടുണ്ട്, എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, ഞാൻ എൻ്റെ പ്രയർ റൂമിൽ വെച്ചിരിക്കുകയാണ്. എല്ലാം തൊലിയുമായൊരു ശരീരത്തോട് പോരാടി ശരീരത്തെ ജയിച്ച് അതിവിശുദ്ധയായി തീർന്നു. അപ്പോൾ ജഡീക ആസക്തിയിൽ അമർന്നു കിടക്കുന്ന ഒരാൾക്ക് ജഡത്തെ തോൽപ്പിക്കുവാനുള്ള ശക്തി കർത്താവ് തരും, അതിനൊരു വിശുദ്ധനെയും കൂടെ തരും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം. അപ്പം നമുക്ക് മടങ്ങി വരാം. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരാം. നമ്മുടെ പകുതി മുക്കാല സമയവും കഴിഞ്ഞു.
അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ വിജാതീയരെല്ലാം വിവിധ തരത്തിലുള്ള പാപങ്ങൾ ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചു. അത് ഭീകരമായ അവസ്ഥയായിരുന്നു. അത് ഈ യഹൂദന്മാർക്ക് ഒട്ടും താങ്ങുന്നില്ലായിരുന്നു. അവര് പരിച്ഛേദനയേറ്റ് ക്രിസ്ത്യാനികളായവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ട്, ഞങ്ങൾ ഇച്ചിരി മിടുക്കന്മാരാണ്, ഞങ്ങൾ കൊള്ളാം എന്നൊരു തോന്നലുണ്ട്. പക്ഷെ വിജാതീയരിപ്പോൾ എന്താണ് അവസ്ഥ? യഹൂദന്മാർ പോയിട്ട് വന്നിട്ടുള്ളവരായതുകൊണ്ട്, കഥയൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? പോയിട്ട് വന്നിട്ടുള്ളവരായതുകൊണ്ട് വിജാതീയർ അവിടെ ആധിപത്യം സ്ഥാപിച്ചു. പക്ഷെ അവർ ഈ മ്ലേച്ഛതകൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇവനങ്ങ് ഉള്ളിൽ കുത്തല, പക്ഷെ പറയാൻ പറ്റുന്നില്ല. കാരണം ഇവർ ആധിപത്യം സ്ഥാപിച്ചു പോയി. നേരെ കയറി പഴയതുപോലുള്ള ഇതില്ല, മുഷ്കില്ല. കാരണം ഇപ്പൊ അവരുടെ സാമ്രാജ്യം, ഒന്നാമത് അവരുടെ രാജ്യമാണത്. റോം എന്ന് പറയുന്നത് അവരുടെ രാജ്യമാണ്. ഇവൻ യഹൂദനാണ്, ഇവൻ വരത്തനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇവരായിരുന്നു ആ മതം പ്രചരിപ്പിച്ചത് കൊണ്ട് അവർക്കൊരു വിലയുണ്ടായിരുന്നു. ഇപ്പോൾ അവർ പോയി, വർഷങ്ങൾക്ക് ശേഷം നീറോ ചക്രവർത്തി അവരെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നപ്പോൾ വിജാതിയർ അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും, വിജാതിയർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായ വിജാതിയർ അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും തന്മൂലം അവർക്ക് വലിയൊരു പ്രാതിനിധ്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ഈ വന്നവന് അങ്ങോട്ട് പെട്ടെന്ന് കയറി. മാത്രമല്ല, വന്നവരൊക്കെ ഈ ആദ്യം പോയവരുടെ മക്കളും തലമുറകളും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തിരിച്ചങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഉള്ളി ഭയങ്കര ഇവന്മാരൊക്കെ കാണിക്കുന്ന ഒന്നും ശരിയല്ല എന്നുള്ള രീതി. ഇവരെന്തൊക്കെയാണ് കാണിച്ചതെന്നുള്ള കാര്യമാണ് ഈ 25-ാം വാക്യം തൊട്ട് പറയുന്ന 1-ാം അധ്യായത്തിൽ. അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങൾ ഏൽപ്പിച്ചു. അവിടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമായി കളഞ്ഞു. അവനും പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ഇതാണ് പറയുന്നത്, കണ്ടോ? തങ്ങളിൽ തന്നെ പ്രാപിച്ചു. അവർ ചെയ്ത വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം അവർ ചെയ്ത പാപത്തിന്റെ ഫലമായി അവരിൽ വന്നു ചേരുന്നതാണിത്. കർത്താവിനെ ഇകഴ്ത്തി താത്തി വെച്ചതുകൊണ്ട് അവരുടെ ഒരു ഫ്രെയിമിനുള്ളിലാക്കി കർത്താവിനെ. ഇതാണ് കർത്താവ്, ഞങ്ങൾ ഈ തോന്നിവാസം എല്ലാം കാണിക്കും, പക്ഷെ ആരാധിക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിലേക്ക് കർത്താവിനെ ആ ഫ്രെയിമിലാക്കി ദൈവത്തിന്റെ യഥാർത്ഥ സത്യത്തെ അനീതി കൊണ്ട് തടുക്കുന്ന സകല മനുഷ്യരുടെ അഭക്തിക്ക് നേരെ ദൈവത്തിന്റെ ക്രോധം വരുന്നെന്നാണ് 18-ാം വാക്യത്തിൽ പറയുന്നത് അല്ലേ? അനീതി കൊണ്ട്, ഇതാണ് അനീതി എന്ന് പറയുന്നത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ദൈവം സമ്പൂർണമായി 100% സമ്പൂർണമായി അശുദ്ധി ലെവലേഷൻ പോലും ഇല്ലാത്ത ദൈവത്തെ അവർ താഴ്ത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലും ദൈവം ക്ഷമിച്ചോളും, അല്ലെങ്കിൽ ദൈവം ഇതൊക്കെ പൊറുക്കുന്ന ആളാണ് എന്നുള്ള രീതിയിൽ ദൈവത്തിന്റെ സത്യത്തെ ഇകഴ്ത്തിക്കൊണ്ടുവന്നതിനാൽ എന്ത് സംഭവിച്ചു? ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ഇതാണ് ന്യായവിധി. ഇരുളിൽ നടക്കുന്നവരുടെ ന്യായവിധി ഇതാണ്. ഇപ്പൊ മനസ്സിലായ ന്യായവിധി എന്താണ്? യോഗ്യമായ പ്രതിഫലം പ്രാപിക്കുക, കർത്താവ് കൊടുക്കുന്ന നല്ലത്. അവന്റെ യോഗ്യത അതാ, വന്നു ചേർന്ന് പിടിച്ചെടുക്കുകയാണ്. എനിക്കിത് മതി, എനിക്ക് നരകം മതി എന്ന് പറയുന്നവരോട് എന്താ പറയാൻ പറ്റുക? വെളിച്ചത്തിൽ നടപ്പീൻ, എന്നിൽ നടപ്പീന്ന് കർത്താവ് പറയുന്നു. നമ്മൾ ഇരുളിൽ നടക്കുന്നു. അപ്പൊ ഇരുളിന്റെ ആ പാക്കേജിന്റെ ഇഫക്റ്റ് നമ്മളിൽ വരും. അത് വന്നു ചേരുന്നതാണ്. വെളിച്ചത്തിൽ നടക്കുന്നവന് കർത്താവ് പ്രതിഫലവും കൊടുക്കും, വെളിച്ചത്തിന്റെ പ്രതിഫലവും കൊടുക്കും. അതാണ് ഇരു കൂട്ടരുടെയും ന്യായവിധി. അപ്പോൾ അവരെന്തെല്ലാം പ്രവൃത്തികളിൽ കൂടി ചെയ്തു എന്ന് 29-ാം വാക്യം വായിച്ചേ. അവർ സകല അനീതിയും ദുഷ്ടതയും അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കൊരളക്കാർ, ഏഷണിക്കാർ, ദൈവദേശികൾ, ദുഷ്ടന്മാർ, ജ്യേഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. അവിടെ വരെ നമ്മൾ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ യഹൂദനുണ്ടല്ലോ അവിടെ, അവന് സന്തോഷമായി. ഈ പേപ്പർ ഇങ്ങോട്ട് തരാം മോനെ. അവന് സന്തോഷമായി, കാരണം നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമുക്കിപ്പോൾ നമുക്ക് പള്ളിയിൽ ഒരു തെറ്റ് കാണിച്ചു. അപ്പം അവനോട് വിരോധമുള്ള ഒരുത്തൻ ഇപ്പുറത്തിരിപ്പുണ്ട്. അപ്പം വികാരി ആ തെറ്റ് കാണിച്ചവനെ 2 വഴക്ക് പറഞ്ഞു. അപ്പം ഇപ്പുറത്തിരുന്നവന് കൊള്ളാം, ഒരു സന്തോഷം. ഇവനത് കിട്ടേണ്ടതാണ്. അത് എന്നോട് ഇവൻ ചെയ്തതിൻ്റെ ദൈവം കൊടുത്തതാണ്. ദൈവം ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട്
നമുക്ക് ഈ പാമ്പാക്കട നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥന നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതായത് ഇന്നത്തെ ദിവസത്തെ രാത്രി പ്രാർത്ഥനയാണ്, നോമ്പിലെ അല്ല, സാധാരണ രഹസ്യ പ്രാർത്ഥന. അതിനു മുമ്പ് ഈ 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. 2-ാം അധ്യായം 1-ാം വാക്യം. ഇനി ഇത് ശ്രദ്ധിക്കണം, ഒരു മിനിറ്റ് ശ്രദ്ധിച്ച് ഒരു മിനിറ്റ് വായിക്കാൻ വരട്ടെ, ഒരു മിനിറ്റ്. ഇത്രയും കാര്യം വിജാതീയനോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിജാതിയർക്കാപ്പാടെ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സങ്കടമൊക്കെ ഉണ്ടായി. പൗലോസ് ഇത്രയൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങളെ ഇത്രയും അസഭ്യമൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ശകാരിച്ചല്ലോ. യഹൂദനൊരു സന്തോഷം, അതുമ്പേ പറഞ്ഞ പോലെ. അപ്പോൾ പൗലോസ് നേരെ പ്ലേറ്റ് തിരിച്ചു, യഹൂദൻ്റെ നേരെ തിരിഞ്ഞു ഇങ്ങോട്ട്. എന്നിട്ട് അവനോടാണ് ഈ പറയുന്നത്, എന്താണ്? അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാൻ എന്ത്? നല്ല സുഖിച്ചിരിക്കുമായിരുന്നു. അവൻ ചെയ്ത പ്രവൃത്തിയെല്ലാം കണ്ടിട്ട് അവനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് പൗലോസ് ഇങ്ങോട്ട് തിരിച്ചു. അവരൊന്നും പറഞ്ഞില്ലേ? ഇവിടെ നോക്കി, വിധിക്കുന്ന ഏത് മനുഷ്യനായുള്ളവരെ. ഇവിടെ ആദ്യം ആരെന്താണ് വിധിച്ചത്? എന്തെങ്കിലും വിധിച്ചോ? ആരും ഒന്നും വിധിച്ചിട്ടില്ല. അത് ഉള്ളിൽ ഇവന് തോന്നുകയാണ്, മറ്റവന് തോന്നിയ പോലെ അവന് കിട്ടേണ്ടതാണ്, അവന് കിട്ടണം. ഇത് ഇന്നലെ അവന് കാണിച്ചതിന് ഇന്ന് ദൈവം കൊടുത്താന്നൊക്കെ പറഞ്ഞോളെ, ദൈവം കൊടുത്താണെന്നുള്ള പറയും. അതുകൊണ്ട് വായിച്ചേ, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. അടുത്ത വചനം കൂടെ വായിച്ചോ. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നു എന്നറിയുന്നില്ലയോ? അപ്പോൾ ഈ വിചാരിച്ചവനുണ്ടല്ലോ, ഏത് മനസ്സിൽ വിചാരിച്ചില്ലയോ? ഇത് കൊള്ളാം, ഇവനെ ദൈവം കൊടുത്തതാണെന്ന് നീ അങ്ങനെ അവൻ്റെ പ്രവൃത്തിയെ കുറ്റം വിധിച്ചാൽ നീ അത് തന്നെ പ്രവർത്തിക്കുന്നത് പോലെയാണ്. ഞാൻ ഈ പാമ്പാക്കട നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥന വായിച്ച് കേൾപ്പിക്കാം. ചൊവ്വാഴ്ച രഹസ്യ പ്രാർത്ഥനയിലെ തൃത്വത്തിന് സ്തുതി എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞ് പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒന്ന് വായിച്ചേക്കാം. ദൈവമായ കർത്താവേ, വചനത്താലോ പ്രവൃത്തിയാലോ വിചാരത്തിലെങ്കിലും മറ്റിന്ദ്രിയത്തിലോ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളെയും നീ പരിഹരിച്ച് മോചിക്കണമേ. എന്തിലൊക്കെയാണ്? വചനത്താലോ, അതായത് വചനത്താലോ പ്രവൃത്തിയാലോ, അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, വിചാരത്താലോ. ഇപ്പൊ വിചാരിക്കുന്നതിൽ പാപം കയറാം, അത് പ്രവൃത്തിക്ക് തുല്യമാണെന്നാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതാണ് പറഞ്ഞ് ഈ പുതിയ നിയമം അത്ര എളുപ്പമല്ല. നോക്കിയാൽ മതി. വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു, അത് ചെയ്യുകയൊന്നും വേണ്ട. ആ ഉദ്ദേശത്തോടുകൂടി, ആ വിചാരത്തോടുകൂടി, സ്ത്രീകളെ നോക്കുന്ന കുഴപ്പമാണെന്നല്ല പറയുന്നത്, വ്യഭിചാര ഉദ്ദേശത്തോടു കൂടി ഒരു സ്ത്രീയെ പുരുഷനോ പുരുഷൻ സ്ത്രീയോ മോഹിച്ചാൽ അത് ചെയ്തതിന് തുല്യമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പൊ യഹൂദനെ ഇവിടെ നിന്നിട്ട് യവന്മാരെല്ലാം എല്ലാ തോന്നിവാസം കാണിച്ചിട്ടുണ്ട്. പൗലോസ്ലിഹ നല്ലൊരു ഡോസും കൊടുത്തിട്ടുണ്ട്. സന്തോഷമായി, നിനക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ പൗലോസ്ലിഹ തിരിച്ച യഹൂദനോട്, നീ എന്തോ ഈ പറയുന്നത്? നീ മനസ്സിൽ വിചാരിച്ച കാര്യം പാപമാണ്, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? പറ്റും. കർത്താവിലാവണം, അല്ലാതെ പറ്റത്തില്ല. കർത്താവിലാകാതെ ഇങ്ങനൊരു ജീവിതം സാധ്യമേ അല്ല. നമ്മളിനി, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നമ്മൾ മനസ്സ് വെച്ചാൽ ഇത്രയും ഒരു സന്തോഷം നമുക്ക് വേറെയില്ല. ഇപ്പം നോമ്പ് ഒരു ആയുധവും പറുദീസയുമാവും, യുദ്ധവും പറുദീസയുമാവുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഇത് യുദ്ധം മാത്രമാണെങ്കിൽ ഇതിന് സന്തോഷമില്ല. യുദ്ധത്തിൽ നിന്ന് ജയിച്ചു വരുന്നവനാണ് പറുദീസ. വെളിപാട് 12 ജയിക്കുന്നവന് ഞാൻ ജീവവർഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. 12 അല്ല, 1-ാം അധ്യായത്തിലാണ് തോന്നുന്നു. 1-ാം അധ്യായം, വെളിപാട് 1-ാം അധ്യായം. അതിനകത്ത് അങ്ങനെ ഒരു വാക്യമുണ്ട്, അത് കണ്ടുപിടിച്ച്. ജയിക്കുന്നവന് ഞാൻ ജീവവർഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. 1-ാം അധ്യായമല്ല, 2-ാം അധ്യായം, 2-ന്റെ 7, 7-ന്റെ അവസാനം, 2-ാം അധ്യായം 7 അവസാനം.
ജയിക്കുന്നവനാണ് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കുന്നത്. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ തിരുശരീരം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ആനന്ദമാണ്, പർദീസയാണ്. ഇത് ചുമ്മാ ഭക്ഷിച്ചേച്ച് പോയാൽ പോരെ. ആഹാരം കഴിക്കുന്ന പോലെ ഭക്ഷിക്കുവാനുള്ളതല്ലത്. അത് ആനന്ദത്തിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ പിന്നെ നമ്മൾ കർത്താവായി മാറുകയാണ്. അത് ആരും അതിനെപ്പറ്റി ബോധവാനല്ല. ഈ ശരീരമൊക്കെ ഭക്ഷിച്ചേച്ച് ഇറങ്ങി വരുന്ന പുരോഹിതൻ പോലും പിന്നെ സാധാരണ മനുഷ്യനാണ്. അതെന്താ അങ്ങനെ ആവുന്നത്? വചനം ഉള്ളിലില്ലാത്തതുണ്ട്. അതുപോട്ടെ, അത് വേറെ സബ്ജക്റ്റിലേക്ക് പോകും. അവൻ പിന്നെ കർത്താവാണ്. കർത്താവായി കഴിഞ്ഞാൽ പിന്നെ ആനന്ദമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, ജയിക്കുന്നവനാണ്. അപ്പൊ നോമ്പ് ഒരു യുദ്ധമാകുമ്പോൾ ആ യുദ്ധത്തിൽ നിന്ന് ജയിച്ച് കയറുന്നവനാണ് ഇത് പർദീസയാകുന്നത്. അല്ലാതെ നോമ്പ് അല്ലാതെ പർദീസയാവത്തില്ല. നോമ്പ് ഭാരമായിട്ട് തോന്നും. നോമ്പ് പർദീസയാകുന്നത് നമ്മൾ ആ യുദ്ധത്തിൽ ജയിക്കുമ്പോഴാണ്. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വഴിയെ നീ സൂക്ഷിക്കുമ്പോഴാണ് നീ ജയിക്കുന്നത്. ദുഷ്ടൻ തന്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമ്പോഴാണ് നീ ജയിക്കുന്നത്. ഞാൻ ഉരിയാടാതെ മൗനമായിരുന്നു, എൻ്റെ ഹൃദയത്തിങ്കിൽ ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ അവിടെ സംസാരിച്ചു എന്നാണ്. ഇന്നത്തെ നോമ്പിന്റെ നമസ്കാരത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ഇന്നത്തെ സദറാ ചിന്തകളിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുവാണെങ്കിൽ കേൾക്കാം. വലിയ നോമ്പ് സദറാ ചിന്തകൾ ഡേ 17. കർത്താവെ, ഞാൻ അതിനകത്ത് പറയുന്നത് മിണ്ടാതിരിക്കരുതെന്നല്ല. അതാ പറയുന്നത് ഇതെല്ലാം സൂക്ഷ്മതയോടെ വായിക്കണം. എപ്പോഴും മിണ്ടാതിരിക്കണമെന്നല്ല. കർത്താവെ, ഞങ്ങൾ സംസാരിച്ച് നിന്നെ അനേകരെ നിന്നിലേക്ക് ആകർഷിക്കുന്നവരാക്കി തീർക്കണമേ എന്നാണ്. സംസാരിച്ച് ആ 2 വാക്കുകൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വേദവസം വായിച്ചപ്പോഴും എനിക്ക് അങ്ങനെ ഒരു വാക്ക് കിട്ടി. തകർത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗമാണ് യേശയ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. നിന്നെ തകർത്ത്. ഇപ്പം എനിക്ക് റെഫറൻസ് ഓർമ്മ വരുന്നില്ല. രാവിലെ ഞാനത് പറഞ്ഞതാണ്. നോക്കട്ടെ. പോട്ടെ, അതിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത് സമയം പോയിക്കൊണ്ടിരിക്കും. ആ സദറാചിന്തകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റെഫറൻസ് നോക്കിയാൽ മതി. അതൊരു പ്രയോഗമാണ്. ആ പ്രയോഗം അതിനെപ്പറ്റി പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ തകർത്ത് ഒരു പ്രയോഗമാണ്. അപ്പൊ ഈ പിതാക്കന്മാർ പ്രാർത്ഥനയിൽ ഇപ്രകാരം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് സംസാരിക്കേണ്ടത്? ഹൃദയത്തിങ്കിൽ തീ കത്തി, ഹൃദയത്തിങ്കിൽ ചൂട് പിടിച്ച്, ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോഴാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ ഒരാൾ നേരെ ഇങ്ങോട്ട് വന്ന് 2 വർത്തമാനം പറയുമ്പോൾ ഉടനെ അതിൻ്റെ ബാക്കി പറയാൻ പോയി കഴിഞ്ഞാൽ ഹൃദയത്തിലെ ഉള്ള ചൂടും പോവും, തീയും കെടും. പരിശുദ്ധാത്മാവാണ് ഉള്ളിൽ നിന്ന് നമ്മളോട് സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരിച്ച് കുറച്ച് പേരെ നമ്മൾ നേടണം. ഞാനിന്ന് സദാചിന്തയിൽ പറഞ്ഞു, നമ്മൾ അതിനിപ്പോൾ ഇതുപോലെ മൈക്കെടുത്ത് വെച്ച് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെന്നില്ല. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ മക്കളുണ്ടല്ലോ, കുടുംബങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഭക്ഷണമേശയ്ക്ക് ചുറ്റിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു ദിവസത്തെ മുഴുവൻ സംസാരങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് എത്ര സമയം നമ്മൾ കർത്തൃവചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവിക കാര്യങ്ങൾ സംസാരിച്ചു, എത്ര സമയം പാഴ്വാക്കുകൾ സംസാരിച്ചു. എൻ്റെ വളരെ വിശദമായ എക്സ്പ്ലനേഷൻ ഞാൻ ഇന്ന് രാവിലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കേട്ടാൽ മതി. യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ 2 തെറ്റാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും. ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ ഉപേക്ഷിച്ചു. യെരമ്യാവിന്റെ പുസ്തകം നിങ്ങൾ 2 തെറ്റെന്നോട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ ഉപേക്ഷിച്ച്. നമുക്ക് 2-ാം അധ്യായം 13-ാം വാക്യം എടുക്കാം. 2-ാം അധ്യായം 13-ാം വാക്യം വായിച്ചു. യെരമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഞാൻ ഈ വാക്യം പറയാൻ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ പൊട്ടക്കിണറുകളിൽ നിന്നുള്ള സംസാരമാണോ ജീവജലത്തിൻ്റെ അരുവിയിൽ നിന്നുള്ള സംസാരമാണോ? ഇത് 2 നമ്മൾ ഉള്ളി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ മാമോദീസയിൽ കൂടി ജീവജലത്തിൻ്റെ നദിയായ ജീവവൃക്ഷത്തിൻ്റെ തൈ നമ്മുടെ ഉള്ളിൽ നാട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ച് പാതാളക്കുഴി കുഴിച്ച് അവിടെ പൊട്ടക്കിണറുകൾ കുഴിച്ചു. അപ്പോൾ നമ്മൾ വീടുകളിൽ കൂടിയിരിക്കുമ്പോൾ
നമ്മളുടെ സംസാര വിഷയം ഏറ്റവും കൂടുതൽ ഏതാണ്? ഒന്നുകിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചർച്ചയായിരിക്കും. ഈ ഗവൺമെൻറ്, ഇങ്ങനൊരു ഗവൺമെൻറ്, അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും നല്ലൊരു ഗവൺമെൻറ്, ഒരു കൂട്ടർ അങ്ങനെ ഒരു കൂട്ടർ ഇങ്ങനെ, അല്ലെങ്കിൽ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും, അല്ലെങ്കിൽ സ്വന്തമായ പേഴ്സണൽ വിഷയങ്ങൾ, അല്ലെങ്കിൽ കവലക്കടി ഉണ്ടാക്കിയ വിഷയങ്ങൾ, അല്ലെങ്കിൽ അയലോക്കാത്തുകാരൻ്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെ അവലോകനം. ഇതൊക്കെയല്ലേ നമ്മുടെ സംസാര വിഷയം. 2 പേർ കൂടിയാൽ മൂന്നാമതൊരുത്തിൻ്റെ കുറ്റമല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടോ? അതുകൊണ്ടാണ് മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായും ആധരം അടക്കിക്കൊണ്ടാൽ വിവേകിയായി എണ്ണും സദൃശവാക്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ മറ്റൊരു വചനമുണ്ട്, വാക്കുകൾ പെരുകുന്നിടത്ത് ലംഘനമില്ലാതെ വരികയില്ല. പക്ഷെ ഇവിടെ പിതാക്കന്മാർ പറയുന്നത് നിങ്ങൾ സംസാരിച്ച് നേടണമെന്ന്. ഇന്നത്തെ പ്രാർത്ഥനയുള്ളതാണ്. ചൊവ്വാഴ്ച പ്രഭാത നമസ്കാരത്തിൻ്റെ അവസാനത്തെ യാക്കോബിൻ്റെ ബോസയിലുണ്ടത്, 2ാമത്തെ സ്റ്റാൻസ. അത് കഷ്ടാനുവാഴ്ചയാണല്ലോ. ശിഷ്ടന്മാർ തന്നും ബേറ്റോനേ പ്രാർത്ഥന കേട്ടിട്ടാൽ മക്കൾ മേൽ കൃപ ചെയ്യണം. ആ യാക്കോബിന്റെ ബോസയുടെ 2ാമത്തെ സ്റ്റാൻസ. ഭോജ്യത്തെ എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്. എനിക്ക് ലിറിക്സ് അങ്ങനെ പദ്യപരമായിട്ട് ഓർമ്മയില്ല. ഗദ്യത്തിൽ അതിൻ്റെ മീനിങ് ഇപ്രകാരമാണ്: നിങ്ങൾ സംസാരിച്ച് അത് ഗദ്യം വായിച്ചാൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. സംസാരിച്ച് ആത്മാക്കളെ നേടണം. അതിന് ഈ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ തുടങ്ങണം. അത് അവനോനിലാണ് ആദ്യം തുടങ്ങുന്നത്. എങ്ങനെ? വീട്ടിൽ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പായി ദൈവത്തോട് നമ്മൾ രഹസ്യമായി സംസാരിച്ച് ആത്മാവിൽ നിന്ന് നമ്മളോട് തന്നെ സംഭാഷണം നടത്തിയിട്ട് വേണം മക്കളോട് മിണ്ടാൻ. അല്ലെങ്കിൽ പൊട്ടക്കിണറുകളിൽ നിന്നുള്ള സംസാരമായിരിക്കും ഉണ്ടാകുന്നത്. അത് രാഷ്ട്രീയ ചർച്ച, അയൽവക്കത്തുകാരൻ്റെ കുറ്റം, കവലയിൽ നിന്ന് അടി ബഹളം, അല്ലെങ്കിൽ സ്കൂളിൽ നടന്ന ചീത്ത സംഭവങ്ങൾ, ഇമാതിരി സംഗതികളൊക്കെയാണ് നമ്മുടെ പ്രധാന വിഷയം. അത് നമ്മുടെ പ്രധാന വിഷയമല്ല. നമ്മൾ സംസാരിക്കേണ്ടത് ജീവജലത്തിൽ നിന്നാണ്. 2 തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നു. ഒന്ന്, ജീവജലത്തിൻ്റെ അരുവിയെ എന്നെ ഉപേക്ഷിച്ചു, എന്നിട്ട് പൊട്ടക്കിണറുകളെ കുഴിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു. ഇതാണ് പ്രശ്നം. അത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉള്ളിൽ ജീവജലം നിറഞ്ഞു കഴിയുമ്പോൾ ചൂട് പിടിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞ വചനം നിവൃത്തിയാകും. എന്താണ്? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുക. അപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജീവജലത്തിൻ്റെ അരുവിയെ നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും സംസാരിക്കാൻ തോന്നില്ല. അതാണ് ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ മാന്യമായ വാക്കുകൾ നമ്മുടെ നാവിൽ വരുമ്പോൾ ഹൃദയത്തിൽ മറ്റേ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ ആട്ടിക്കളയും, പിശാചെ പോകാൻ പറയും. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതായത് നമ്മുടെ ശരീരം പാപത്തോട് പ്രതികരിക്കണം. ഇപ്പോൾ നമ്മുടെ ശരീരം പാപത്തിനോട് അട്രാക്റ്റഡാണ്. മനസ്സിലായോ? നമ്മുടെ ശരീരം പാപത്തോട് അട്രാക്റ്റഡാണ്. ശരീരത്തെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ശരീരത്തിന് ശക്തി കിട്ടണം. അത് തരും കർത്താവ്. തരും. അത് കർത്താവിനെ തരാൻ പറ്റത്തില്ല, വേറെ ആർക്കും തരാൻ പറ്റത്തില്ല. ശരീരത്തിൻ്റെ ആസക്തികളെ തോൽപ്പിക്കാൻ ശരീരത്തിൽ കൂടി അല്ലാതെ ശരീരത്തിൽ കഷ്ടതയേറ്റ് കാണിച്ചെന്ന് കർത്താവിനെ ശക്തി തന്ന് ശരീരത്തിൽ കൂടി നമ്മളതിനെ തോൽപ്പിക്കാൻ പറ്റും. അപ്പോൾ ശരീരത്തിൽ ചിലപ്പോൾ ചില വ്യതകൾ എടുക്കേണ്ടി വരും. പക്ഷെ ആ വ്യതകൾ കൂടി നമുക്ക് ലഭിക്കുന്ന ആത്മശോഭ കുറച്ച് കഴിയുമ്പോൾ ശരീരത്തിൽ നിന്ന് ദേഹിയിലേക്കും ദേഹിയിൽ നിന്ന് ശരീരത്തിലേക്കും അത് വ്യാപിക്കും. എങ്ങനെയാണ്? സൂക്ഷിച്ച് കേട്ടോളൂ. ശരീരത്തിൽ നമ്മൾ എടുക്കുന്ന പെയിൻ, അത് മുഖാന്തരം ശോഭ ലഭിക്കുന്നത് ആത്മാവിനാണ്. അപ്പോൾ ശരീരത്തിൽ ആദ്യം ആ പെയിൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണേ. ഇപ്പം വന്ന സാധനം കേട്ടോ. അതായത് ശരീരത്തിൽ നമ്മൾ എടുക്കുന്ന പെയിൻ ആത്മാവിന് ശോഭ നൽകും. അപ്പോൾ ശരീരത്തിൽ ആദ്യം ആ സമയത്ത് ആ പെയിൻ എടുക്കുമ്പോൾ ശരീരം താല്പര്യപ്പെട്ടായിരിക്കില്ല എടുക്കുന്നത്. ഇപ്പം നോമ്പ് എടുക്കുന്നു, വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ സഭ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എടുക്കുക. പക്ഷെ നമ്മളത് എടുക്കുകയാണ്, പെയിൻ എടുക്കുകയാണ്. അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ വേദനകൾ ശരീരത്തിൽ നമ്മൾ സഹിക്കുകയാണ്.
ആ സഹിക്കുന്നത് കർത്താവിനൊരു ദഹനയാഗമായി സമർപ്പിച്ചാൽ, ഇതിൻ്റെ കർത്താവിൻ്റെ വേദനയോടുകൂടി ചേർന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ ഞാനിതാ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ് അത് കർത്താവിന് സമർപ്പിച്ചു കൊടുത്താൽ ആത്മാവിന് ശോഭയുണ്ടാവും. ശ്രദ്ധിച്ചു കേട്ടോണം, ആത്മാവിന് ശോഭയുണ്ടാവും. ആത്മാവിൻ്റെ ശോഭയുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ആത്മാവ് സന്തോഷിക്കും. ആത്മാവിൻ്റെ ശോഭയ്ക്കൊരു കുഴപ്പമുണ്ട്. കുഴപ്പമെന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടൊരു കുഴപ്പം. തേജസ്, ശോഭ ഇത് ഒരിടത്ത് നിൽക്കില്ല, ഇത് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ ഈ ശോഭ ഏതിലേക്ക് ആദ്യം സ്പ്രെഡ് ചെയ്യും? ദേഹിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വിചാര ബോധ ഹൃദയ മണ്ഡലങ്ങളിലേക്ക് ആത്മാവിൻ്റെ ശോഭ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തകൾ നവീകരിക്കപ്പെടും. ഇപ്പോൾ ഈ യഹൂദന് അതില്ലായിരുന്നു. ചിന്തകൾ നവീകരിക്കപ്പെട്ടിട്ടില്ല. ശരീരം അവൻ ഓക്കെയാണ്, അവൻ പരിശോധനയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ നിഷ്ഠയും നടത്തുന്നുണ്ട്, യാമപ്രാർത്ഥന നടത്തുന്നുണ്ട്. പക്ഷെ ഇവൻ നോക്കുമ്പോൾ ഈ വിജാതിയരെല്ലാം തെറ്റും ചെയ്യുകയാണ്, മറെല്ലാം പോക്കൃതരം കാണിക്കുകയാണ്. ഞങ്ങളിവിടെ നിഷ്ഠ നടത്തുന്നു, പരിച്ഛേദന വരെ ഏറ്റിരിക്കുക. പരിച്ഛേദന വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും പരിച്ഛേദന വരെ ഏറ്റിരിക്കുമ്പോൾ ഇവനിവിടെ നല്ല അഭ്യാസം കാണിക്കുന്നു, എന്നിട്ട് നമ്മളെ ഭരിക്കാൻ വരുന്നു എന്നുള്ള തോന്നലിൽ നിൽക്കുകയാണ്. ഇപ്പം ചിന്ത വെടിപ്പായില്ല. ഇതൊന്നും മനസ്സിലായി പറയുന്നത്, അന്യനെ വിധിക്കുന്നവനെ നീ നിന്നെ തന്നെ വിധിക്കാത്തത് എന്ത്? അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന വ്യഥകൾ ആത്മാവിനെ പ്രശോഭിപ്പിക്കുകയും ആത്മാവിൽ നിന്നത് ദേഹിയിലേക്ക് വ്യാപരിക്കുകയും ചെയ്യും. ദേഹിയിലേക്ക് വ്യാപരിക്കുന്ന സാധനം അവിടെ നിൽക്കുമോ? അതെങ്ങോട്ട് പോകും? ശരീരത്തിലേക്ക് പോകും. ശരീരത്തിലേക്ക് പോയിട്ട് ശരീരത്തിന് ശോഭ വരും. അങ്ങനെ ശോഭ വരുമ്പോൾ, ഇതാണ് പുതിയ ഐറ്റം, അങ്ങനെ ശോഭ വരുമ്പോൾ ശരീരത്തിന് വ്യഥ താല്പര്യമുള്ളതായിട്ട് മാറും. അതായത് നോമ്പിനോട് എടുക്കാൻ ആഗ്രഹം വരുന്നു. ഈ നോമ്പ് കഴിയുമ്പോൾ അടുത്ത നോമ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇതിപ്പോൾ ഇതൊന്ന് ഈസ്റ്ററാന്ന് നോക്കിയിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും, ഇറച്ചി തന്നെ അല്ലയോ? എന്തിനാ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പറയുന്നത് ഞാൻ പോലും ചിലപ്പോൾ അങ്ങനെയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇത് ഈ എങ്ങനെയല്ലോ ഇത് ഒരു മാസം കൂടെ ഒന്ന് കഴിഞ്ഞ് കിട്ടണം, മീനൊന്ന് വാങ്ങിച്ചിട്ടൊന്ന് മുറിക്കാൻ, അത് നെയ്മീൻ തന്നെ അന്ന് പോയി വാങ്ങിക്കും. ശരീരത്തെ നമ്മൾ ജയിച്ചില്ലെന്ന അർത്ഥം. ശരീരത്തെ ജയിക്കാനാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈസ്റ്റർ ചിലർ ഇതൊക്കെ നമുക്ക് സ്വാഭാവികം. നിങ്ങൾ ഭക്ഷണം കഴിച്ചോട്ടോ, കുഴപ്പമൊന്നുമില്ല. 9 ദിവസം നോമ്പ് കയറിയിട്ട് നല്ല ഭക്ഷണം തന്നെ കഴിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ മ്ലേച്ഛത തിരിച്ചു കൊണ്ടുവരരുത്. മദ്യം ഉപേക്ഷിച്ചതാണ്. ഈസ്റ്റർ അല്ലേ, ഇന്നൊരു ചെറുതടിച്ചേക്കാം. പോയില്ലേ, മുഴുവൻ പോയി. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം. അത് പത്രോസിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അല്ലേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ തിരിച്ചറിഞ്ഞവർ എന്ത് ചെയ്താൽ വീണ്ടും അതിൽ ലോകത്തിൻ്റെ മോദങ്ങളിൽ കുടുങ്ങിത്തോറ്റുപോയാൽ അവൻ്റെ വരുമാനസ്ഥിതി പൂർവ്വസ്ഥിതിയേക്കാൾ പ്രയാസമുള്ളതായിരിക്കും. ഒരിക്കൽ സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിന് ശക്തി പ്രാപിക്കുകയും ചെയ്തവൻ അതിൽ തന്നെ വീണ്ടും ആസ്വാദനം ചെയ്താൽ അവൻ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവനാകും എന്നുള്ള പദവിയിലേക്ക് താഴ്ത്തപ്പെടും. അപ്പം ഇത് ശ്രദ്ധിക്കണം. നമ്മൾ ഉപേക്ഷിച്ച സാധനത്തെ ചിലപ്പോൾ അത് ആക്രമിക്കാൻ വരുമായിരിക്കും. നമ്മൾ ഉപേക്ഷിച്ച സാധനമൊക്കെ നമ്മളെ ആക്രമിക്കും. നമ്മൾ എത്ര നാവിനെ കടിഞ്ഞാണിട്ടു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ നാവ് നമ്മുടെ കൺട്രോളിൽ പോകും, നമ്മുടെ പരിധിയിൽ നിന്ന് പോകും. വലിയ കുഴപ്പമില്ലാതെ ഇപ്പം എത്ര ദിവസമായി മുമ്പ് തുടങ്ങിയിട്ട്? 17 ദിവസമായി. വലിയ കുഴപ്പമില്ലാതെ ഞാൻ എൻ്റെ നാവിനെ ബന്ധിച്ച് നിർത്തിയേക്കുമായിരുന്നു 16 ദിവസം. ഇന്നലെ രാവിലെ അത് പോയെന്നേ. എൻ്റെ കൂട്ടുകാരനോട് എന്ത് നല്ല വർത്താനം എനിക്ക് പറയേണ്ടി വന്നു. മര്യാദയ്ക്ക് കാണുന്നില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് പണി വാങ്ങിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഈ പറയുന്ന നിങ്ങളെ പ്രബോധിപ്പിച്ച് കർത്താവിലടുപ്പിക്കുന്ന എൻ്റെ അവസ്ഥ ഇതാണ്. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഇന്നലെ മുഴുവൻ ഞാൻ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് അങ്ങനൊരു കാര്യം നടന്നതിലല്ല, നടന്നത് കാരണം കൃപ മൊത്തം പോയി. രാവിലെ വേദോത്സവം വായിച്ച് പ്രാർത്ഥിച്ചിറങ്ങി നല്ല നിറഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ എനിക്ക് പറയേണ്ടി വന്നു. ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് താല്പര്യമില്ലായിരുന്നു. പരിശുദ്ധാത്മാ പറഞ്ഞതാ എന്നോട്, പോവല്ലേ, എടുത്തോട്ട് പോയിരുന്നാൽ മതി, പോയാൽ പറഞ്ഞു പോകും. സൂക്ഷ്മം പോലെ ആളെൻ്റെ മുമ്പിൽ വന്നു, എനിക്ക് പറയേണ്ടി വന്നു. എന്താ സംഭവം? നമ്മുടെ കൃപ അങ്ങ് പോയി.
അത് തിരിച്ചു പിടിക്കാൻ ഇന്ന് രാവിലെ വരെ മെനക്കിടേണ്ടി വന്നു. എന്നാൽ ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല. അതുപോലെ സൂക്ഷ്മത വേണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പ്, അതിനാണ് ഈ പരിശുദ്ധന്മാർ നമ്മളെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ ചിരിക്കും, എന്നാലും ഞാൻ പറയുക, ഈ നമ്മുടെ കുഞ്ഞു പാർട്ടിയില്ലേ സഹത, ആളങ്ങ് പിണങ്ങി, ആളങ്ങ് പിണങ്ങി. അത് പറയുമ്പോൾ നമുക്കൊരു താൽക്കാലികമായ സമാധാനം കിട്ടുമായിരിക്കും. പക്ഷെ നമ്മളിൽ നിന്ന് പോകുന്നത് നമ്മൾ നേടിയത്, അതല്ലെങ്കിൽ നമ്മൾ നേടിയതല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മളിലേക്ക് വരുന്ന ആ കൃപ മഹത്വമാണ്. മഹത്വം പോകും, മഹത്വം പോയിപ്പോ അതാണ് പോകുന്നത്. അത് തന്നെ, അതാണ് പോകുന്നത്. ഇക്കോബോധമായിപ്പോയി. ഇക്കോബോധം എന്താണ്? ഇക്കോബോധം എന്താണെന്ന് അറിയത്തില്ലേ? മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്നാണ് ആ വാക്കിൻ്റെ പേര്, ആ പേരിൻ്റെ അർത്ഥം. ഒഫ്നിയുടെ മകനിട്ട പേരാണ്. ഫെലിസ്ത്യർ പെട്ടകം പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഒഫ്നിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. പെട്ടകം പിടിക്കപ്പെട്ടു. ഈ ഒഫ്നി യുദ്ധത്തിൽ പട്ടുപോവുകയും ചെയ്തു. അപ്പോൾ അവൾ പ്രസവിച്ചപ്പോൾ അന്ന് പേരിടുമ്പോൾ അർത്ഥം അറിഞ്ഞേ പേരിടത്തുള്ളൂ. അല്ലാതെ എൻ്റെ മോനായതുകൊണ്ട് അവന് ബ്ലോസം എന്നൊന്നും പേരിടത്തില്ല, ബ്ലസ്സൻ എന്നൊന്നും പേരിടത്തില്ല. അന്നേരത്തെ സിറ്റുവേഷൻ എന്ന് അതനുസരിച്ച് പേരിടത്തുള്ളൂ. ഇന്നാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയായിരിക്കും ഒരവസ്ഥയിലേക്കൊരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നത്. പക്ഷെ പേരിടുന്നത് ജോയി. മഹത്വം ഇസ്രായേലിന് പോയി ആ മഹത്വം അങ്ങ് പോകും. അതിന് നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്, ചിന്തകൾ വെടിപ്പാക്കണമെങ്കിൽ ഹൃദയത്തിൽ ജീവജലം നിറയണം. ജീവജലത്തിൽ കൂടിയേ ചിന്തകൾ വെടിപ്പാക്കത്തുള്ളൂ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായെ സംസാരിക്കുന്നത്. വാക്കുകൾ പെരുകുന്നിടത്ത് ലംഘനം ഇല്ലാതിരിക്കുകയില്ല. പക്ഷേ വാക്കുകൾ പെരുകുന്നിടത്ത് സംസാരിച്ച് അനേകരെ നേടാനും പറ്റും. സംസാരിക്കുന്ന കാര്യം ജീവജലത്തിൻ്റെ ആകണമെന്ന് മാത്രം. പക്ഷേ പിശാച് നമ്മളെ നാവിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഇപ്രകാരമാണ്: നമുക്ക് ജീവജലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും താല്പര്യമില്ല. അതേസമയം പൊട്ടക്കിണറിലെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ട്. രാഷ്ട്രീയ ചർച്ച, പ്രോഗ്രാം ചർച്ചകൾ, അയൽവക്കാത്തക്കാരൻ്റെ കുറ്റം, അവൻ എന്താ ചെയ്തതെന്ന് നോക്കി അതിനെപ്പറ്റി ഇവിടെ ഡിസ്കഷൻ. എന്തിനാണോ ആവും? എന്താണ് പ്രയോജനം? നമ്മുടെ വീട്ടിൽ തന്നെ കലഹങ്ങൾ. ഇത് തന്നെയല്ലേ സംസാര വിഷയം? നമ്മൾ തീന്മേശക്കരിയിൽ ഇരിക്കുമ്പോഴോ അല്ലെ കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും നമുക്ക് ഇന്നത്തെ ആരാധനയെ പറ്റി അല്ല കർത്താവിൻ്റെ വിഷയം സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ പറ്റി സംസാരിക്കാം. ഞാനിന്ന് സദാചിന്തയിൽ അത് പറഞ്ഞിട്ടുണ്ട്. പ്രായോഗികമായൊരു കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വിട്ടുപോകുന്നത്? ആരാ കുഴപ്പം? വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. ഇതിങ്ങനെയൊക്കെ കൂടിയിരിക്കുമ്പോൾ കർത്താവിനെ പറ്റി എന്താ നിങ്ങൾ പറയാത്തത്, ഡിസ്കസ് ചെയ്യാത്തത്? നമ്മളാരും അത് ഡിസ്കസ് ചെയ്യുന്നില്ല. വീടുകളിൽ ഡിസ്കഷൻ ഇല്ല. യേശുവിനെ പറ്റി ഡിസ്കഷൻ ഇല്ല. വിശ്വാസത്തെ പറ്റി ഡിസ്കഷൻ ഇല്ല. ഒരാൾ തലേ തൊട്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്, പിന്നെ ആളെ കണ്ടിട്ടേ ഇല്ല. ആരാന്ന് പോലും അറിയത്തില്ല. പിള്ളേർക്ക് അങ്ങനെ ഒരു സംഗതി അറിഞ്ഞുകൂടാ. തലേ തൊടല് അതെന്തോന്ന് പരിപാടി? അങ്ങനെ ആളുണ്ടോ? 15 വയസ്സ് വരെ മാതാവും പിതാവും ഈ തലേ തൊട്ടപ്പനും ആത്മീയമായി ഇവനെ ഗൈഡ് ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്തവും സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ നിന്നുകൊണ്ട്, മാമോദീസ തൊട്ടിയുടെ മുമ്പാകെ സാക്ഷി നിന്നുകൊണ്ട് പരമേൽപ്പിക്കപ്പെട്ടതാണ്. ചോദ്യം ഉണ്ടാവും. ഒരു കുഞ്ഞ് വഴിമാറി നടക്കുന്നെങ്കിൽ എല്ലാ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ഒരു പ്രശ്നമാണ്. കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? ഇതിന് വിശ്വാസം അറിയത്തില്ല, പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എപ്പോഴേലും ഒരു പ്രകടനം കാണുമ്പോൾ അതിലോട്ട് പോകും. ഒരു ആവേശം കാണുന്ന കൂട്ടായ്മയിലേക്ക് ചാടി വീഴും. ഇത് കൊള്ളാമല്ലോ. അതെല്ലാം വിഭ്രാന്തികളാണ്, വിഭ്രാന്തികൾ. അത് കുറച്ച് കഴിഞ്ഞാൽ പോകും. ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതങ്ങ് പോകും. വീട്ടിൽ വന്ന് പഴയ പ്രയാസം അലട്ടിക്കൊണ്ടിരിക്കും. ഇത് അതല്ല. കർത്താവുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ നിൽക്കുകയാണ്, ബന്ധത്തിൽ നിൽക്കുകയാണ്. അതൊരു വലിയ കുടുംബത്തിൻ്റെ അംഗമാണ്. കൂട്ടായ്മയുടെ അംഗമല്ല, ഇത് കുടുംബത്തിൻ്റെ അംഗമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബങ്ങൾക്കും പേരെഴുതുവാൻ കാരണമായിരിക്കുന്ന പിതാവാം ദൈവം പുത്രനാൽ നമ്മളെ മുദ്രകുത്തി പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സകലതും പൂർത്തീകരിച്ച് ആ കുടുംബത്തിലെ അംഗമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ കഴിയേണ്ട നമ്മൾ കുടുംബത്തിലെ കാര്യമല്ലേ സംസാരിക്കേണ്ടത്. ഒരു കുടുംബത്തിലുള്ളവർ കുടുംബത്തിലെ കാര്യം സംസാരിക്കണം, അല്ലാതെ അപ്പുറത്തെ കുടുംബത്തിലെ കാര്യവും രാഷ്ട്രീയ ചർച്ചയും. പിണറായി ആണോ ഇനി അടുത്ത മുഖ്യമന്ത്രി? അതോ സതീശൻ വരുമോ? ആരെങ്കിലും വന്ന് വോട്ടറോ? ആര് വന്നാൽ എന്ത് കുഴപ്പമുണ്ട്?
ഇവിടെ നമുക്ക് വലിയ ഇതുമല്ലോ ഉണ്ടോ? ഒന്നുമില്ല. അത് അവരെ കിടന്ന് അടിക്കുകയോ വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് സ്വർഗത്തിലെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാം പറയാനിരിക്കുന്നു, വിശ്വാസം ചർച്ച ചെയ്യാനിരിക്കുന്നു. എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നു എന്നൊരു കുഞ്ഞിനോടൊരു തലേ തൊട്ടപ്പൻ ഇന്നേ അവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതെങ്ങനെ അയാൾക്കറിയേണ്ടത്? അതെല്ലാം അച്ഛൻ്റെ മണ്ടയ്ക്ക് പടലിക്കോട്ടിടും. പള്ളിയിലൊന്നും പഠിപ്പിക്കുന്നില്ല. പിന്നെ നിന്നെ എന്തിനാടാ ഉപയോഗിപ്പിച്ചത്? ഇത് അത് നിനക്കറിയത്തില്ല. അവൻ വന്നാണ് അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത്. അച്ഛൻ ഇതെങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ അവനെ വിശ്വാസം പഠിക്കുമ്പോൾ അവൻ ആ കുടുംബത്തിലെ കുഞ്ഞിനെ തലേ തൊട്ടപ്പൻ ഞാനാണെന്നുള്ള ബോധ്യത്തോടു കൂടി പഠിപ്പിക്കണം. അതെങ്ങനെ ചാവാറായി കട്ടിലേ കിടക്കുന്നവനെ കൊണ്ട് തലയെ തുടിപ്പിക്കുന്നത്? മാമോദിസയുടെ 3-ാം ഭാഗം ഇയാൾ തട്ടിപ്പോകും. പിന്നെങ്ങനെയാണ്? അതിങ്ങനെ ആവേശം കൊണ്ടിരിക്കുക. അപ്പൂപ്പന്മാരും മുതുമുത്തച്ഛന്മാരും കുഞ്ഞിനെ തലയെ തൊടാൻ. കുഞ്ഞിനെ തലയെ തൊടേണ്ടത് ഒരു 35 വയസ്സോ അതിനിടയ്ക്കുള്ള ആരെങ്കിലും കൊണ്ട് വേണം ജയിക്കാന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളിലൊക്കെ എന്നോട് പിണങ്ങുമായിരിക്കും. പക്ഷേ ഇവനെ പഠിപ്പിക്കണ്ടേ? ഒരു 15 വയസ്സ് വരെയെങ്കിലും ഇവനെ പഠിപ്പിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് 15 വയസ്സ് വരെയെങ്കിലും ആയുസ്സും ആരോഗ്യവും ഉള്ള ഒരുത്തനെ കൊണ്ട്, ഇനിയും ജീവിക്കുവാനുള്ള ആരോഗ്യവും ആയുസ്സുള്ള ഒരുത്തനെ കൊണ്ട് വേണം ഇതൊക്കെ ചെയ്യിക്കാൻ. അത് വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. കട്ടിലേ എണ്ണിക്കാൻ വയ്യ. ഇവനെ സ്ട്രെച്ചറെ കൊണ്ടുവന്ന് തലേ തൊടിപ്പിച്ചോളയും. അല്ലേ പ്രശ്നമാണ്. അച്ഛനെന്തോ ചെയ്യാൻ പറ്റും? കുടുംബ വഴക്കാവും, പിന്നെ കോടതിയാവും, പിന്നെ പള്ളിയിൽ പൊതുവാൻ കൂടേണ്ടി വരും, പള്ളിയിലും വഴക്കാവും. അതുകൊണ്ട് അച്ഛൻ വിചാരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. ദൈവമേ, ഒരു വാക്യം പോലും ആയില്ലല്ലോ എടുക്കാം. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാൻ ഇല്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് പറയും. കണ്ടോ? വിധി ഞാൻ ന്യായവിധിയെ പറ്റി പറഞ്ഞല്ലോ. പ്രവർത്തിക്കുന്നവരുടെ നേരെ അവർ വരുത്തി വയ്ക്കുന്ന ഒരു വിധിയുണ്ട്. അത് സത്യാനുസരണമായി വരും. കാരണം സത്യത്തെയാണ് അവർ ഇകഴ്ത്തിയത്. അതിനനുസരിച്ചുള്ള ഇരുളിൻ്റെ വിധി അവർക്ക് വരും. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നനയ്ക്കുന്നുണ്ടോ? അപ്പോൾ ഇവരവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ പരിച്ഛേദനക്കാർ നിൽക്കുകയാണ്. 1-ാം തരം കറ തീർന്ന കർത്താവ് ഏത് ജാതിയിൽ ജനിച്ചോ അതേ ജാതിയിലുള്ളവർ നിൽക്കുകയാണ്. ഇവൻ ഈ തോന്നിവാസം എല്ലാം കാണിച്ചിട്ട് നമ്മുടെ അടുത്ത് അഭ്യാസം ഇറക്കാൻ ഇരിക്കുകയാണ്. നിനക്ക് ദൈവം നല്ല 1-ാം തരം പണി തരും എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഉള്ളിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൗലോസ്ലീഹ അവനോട് പറയുന്നത്, നീ ഇങ്ങനെ വിചാരിച്ചാൽ അവർ എന്ത് ചെയ്തു എന്നതിനെപ്പറ്റി നീ കുറ്റം വിധിച്ചോ അതിനെപ്പറ്റി നീ വിധിച്ചുകൊണ്ടിരുന്നാൽ നീ അത് ചെയ്തതുപോലെയാണ്. ചുരുക്കം പറഞ്ഞാൽ വിധിയെപ്പറ്റി യാക്കോബ് ശ്ലീഹ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്? യാക്കോബ് ശ്ലീഹ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് വിധിയെപ്പറ്റി. സഹോദരനെ വിധിച്ചാൽ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. 4-ാം അധ്യായം 11-ാം വാക്യം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 11-ാം. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആരാണ്? ആർക്കാണ് ശരിക്കും വിധിക്കുവാനുള്ള അവകാശം? പറയാമോ? വിധിപ്പാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? കർത്താവെന്ന് പറയണ്ട, എനിക്ക് ആ ഉത്തരം വേണ്ട. എനിക്കൊരാളെ വിധിക്കാൻ അവകാശമുണ്ട്. എപ്പോ? പറയാമോ? ചിന്തിച്ചു നോക്കിയേ. കൊച്ചമ്മ എന്താ പറഞ്ഞേ? നമ്മൾ 100% ഓക്കെ ആയിരിക്കണം എങ്കിൽ നീ വിധിച്ചു. 100% എന്ന് പറഞ്ഞാൽ കർത്താവായിരിക്കണമെന്ന് അർത്ഥം. എങ്കിൽ നീ വിധിച്ചു. ഈ മനുഷ്യ ശരീരം വെച്ചുകൊണ്ട് അങ്ങനൊരു സംഭവം സാധ്യമല്ല എന്ന് പറഞ്ഞാൽ കർത്താവാകാൻ സാധ്യമല്ലെന്നല്ല അർത്ഥം. ഇതിന് ബലഹീനതയുണ്ട്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് നിന്ന് പോകുന്നതാണ്.
അനുനിമിഷം നമ്മൾ കർത്താവിനോട് ചേർന്ന് പറ്റി നിൽക്കുകയാണ്. എപ്പം വേണേലും വീണു പോകാം. അതുകൊണ്ട് വിധിച്ചാൽ വീണു പോകും. അതുകൊണ്ട് 100% പരിശുദ്ധി ആയി ഒരുവൻ മാത്രമേ ഉള്ളൂ, അവന് മാത്രമേ വിധിക്കുവാൻ അവകാശമുള്ളൂ. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? വിധിപ്പാനാണെങ്കിൽ ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയുമായവൻ ഒരുവനേ ഉള്ളൂ, അത് കർത്താവാണെന്ന്. കാരണം അവൻ 100% പെർഫെക്റ്റാണ്. അല്ലാത്തവന് വിധിക്കാൻ അവകാശമില്ല. ഇങ്ങനെ ചൂണ്ടുമ്പോഴേ അറിയാമല്ലോ, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. വിരൽ ചൂണ്ടിയാണല്ലോ വിധിക്കുന്നത്, അല്ലേ? എന്താടാ എന്ന് ചോദിക്കുന്നത് ഇങ്ങനല്ലേ? ഒന്നേ അങ്ങോട്ടുള്ളൂ, 3 ഇങ്ങോട്ടാണ്. 3 ഒരെണ്ണം അങ്ങോട്ടാണ്, മേപ്പോട്ടിരിക്കുകയാണ്. അപ്പം ഇത് വിധിക്കും. 3 ഇങ്ങോട്ടിരിക്കുകയാണ്. നിന്റെ കണ്ണിൽ ഇത്ര നീളമുള്ളൊരു കോലിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ ഉപമയാണ്, ഇത്ര നീളമുള്ളൊരു കോലിരിക്കുകയാണ്. ഇതിവൻ അറിയുന്നില്ല. ചേട്ടാ ഇങ്ങോട്ട് വന്നേ, പൊടി ഇരിക്കുന്നില്ല, പൊടി തൂത്തുകളായിട്ട്. ഇങ്ങനെ പൊടിയൊന്നും കൊണ്ട് നടക്കരുത് കേട്ടോ, അഴുക്കാണ്, കണ്ണിന് ഭയങ്കര ക്ഷീണമാണ്. ഇത്ര നീളമുള്ള കോല് വെച്ചോണ്ടാണ്. അതുകൊണ്ട് ആർക്കും ആരെയും വിധിക്കുവാൻ അവകാശമില്ല. ഈ 4-ാം വാക്യം ഒന്ന് നോക്കിയേ. അല്ല, ദൈവത്തിൻ്റെ ദയ. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ വാക്യം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സമയം എത്രയും ഞാൻ ഇന്നും വാച്ചെടുക്കാൻ മറക്കും. എനിക്ക് വാച്ച് കിട്ടുന്ന ഇഷ്ടമല്ല. ഏതാ 2 കാലമായി ഉച്ചനമസ്കാര സമയമാണ്. ഇതും കൂടെ കേട്ടോ. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്താണ്? അതൊന്നുകൂടെ വായിച്ചേ. അത് ശ്രദ്ധിച്ച് വായിക്കേണ്ട കാര്യമാണ്. ഇതിന് പറയുന്നത് അതായത് ദൈവത്തിൻ്റെ ദയ നിന്നെ, അതാണ് കരുണ. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, കരുണ. ദയയ്ക്ക് പകരം കരുണ എന്ന് വായിച്ചു. കർത്താവിൻ്റെ കരുണ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നുവെന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അതായത് നമുക്കൊരു ധാരണയുണ്ട്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ദൈവം നീതിമാൻ ആയിരിക്കണം, എൻ്റെ കാര്യത്തിൽ കരുണാമയൻ. അവനത് ചെയ്താൽ അവന് കിട്ടണം, അത് കിട്ടണം. ഞാനത് ചെയ്താൽ ദൈവം ക്ഷമിച്ചോളും. അതേ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അവൻ കള്ളം പറഞ്ഞു, ഇങ്ങനൊക്കെ പറയാം, എന്തോ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ കള്ളം പറയുന്നത്? അപ്പുറത്തോട്ട് ചെന്ന് നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്, വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറയുമ്പോൾ ദൈവം നീ കരുണാമയൻ, അവൻ പറഞ്ഞപ്പോൾ ദൈവം നീതിമാൻ. ഇതിനൊക്കെ ദൈവം കൊടുത്തില്ലല്ലോ. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിന് പറയുന്ന പേര് സിൻ ഓഫ് പ്രിസംഷൻ എന്നാണ്. സിൻ ഓഫ് പ്രിസംഷൻ ഞാൻ എഴുതിയിട്ടു. സിൻ ഓഫ് പ്രിസംഷൻ. മുന്നമേ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്, എന്നോട് ദൈവം കരുണ കാണിക്കും, പക്ഷെ അവനോട് കാണിക്കത്തില്ല. ഇത് പിശാച് കൊണ്ട് തന്നിട്ടിരിക്കുന്ന ഒരു ബന്ധനമാണ്, നമ്മളെ കുരുക്കിയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്. അതുകൊണ്ട് നമുക്ക് തിന്മ ചെയ്യുവാനുള്ള അവകാശമുണ്ട് എന്ന് നമുക്കങ്ങ് തോന്നുവാണ്. തിന്മ എന്ന് പറഞ്ഞാൽ തിന്മയൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളെ പറയുന്നത്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളിലാണ്, ചെറിയ കാര്യങ്ങൾ. ഇത് വളരെയധികം സൂക്ഷിക്കണം. അതായത് നീതി എല്ലാവർക്കും ഒരുപോലെയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 12-ാം വാക്യം എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 12-ാം വാക്യം. അപ്പോൾ ദൈവം അബ്രാമിനോട് നിന്റെ സന്തതി
സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസിയായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. കാരണം എന്താണ്? ഇവര് പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവരെ ബാബിലോൺ പ്രവാസത്തിലേക്ക് അയക്കുന്നത്. പക്ഷെ ഇവർ ചെന്ന ദേശം ഇവർക്ക് ലഭ്യമായത് എങ്ങനെയാണ്? അവിടെ കുറേ പേരുണ്ടായിരുന്നു, അവരെ പുറത്താക്കിയിട്ടാണ് ഇവരെ കയറ്റിയത്. ആ നീതിയാണോ? നീതിയാണോ? അവരെ എന്തുകൊണ്ടാണ് പുറത്താക്കിയത്? അവർ പാപം ചെയ്തു. കനാന്യർ, ഹിത്യർ, യെബൂസ്യർ, ഹിവ്യർ, ഇവരൊക്കെ മ്ലേച്ഛത ചെയ്തപ്പോൾ ദൈവം അവരെ ആ പാലും തേനും ഒഴുകുന്ന ദേശത്തു നിന്ന് പുറത്താക്കിയിട്ട് തൻ്റെ മക്കളെ അങ്ങോട്ട് കയറ്റിയിട്ട് പറഞ്ഞ് മര്യാദയ്ക്ക് ജീവിച്ചോണമെന്ന് പറഞ്ഞു. ഒരുത്തനും മര്യാദയ്ക്ക് ജീവിച്ചില്ല. അതുകൊണ്ട് ദൈവം നീതി നടപ്പാക്കി, അവനെയും പുറത്താക്കി. അല്ല, എൻ്റെ ജനമായതുകൊണ്ട്, എൻ്റെ മക്കളായതുകൊണ്ട് ഇവൻ ചെയ്യുന്നതൊക്കെ ഓക്കെ ആണെന്ന് ദൈവം പറഞ്ഞില്ല. അതുകൊണ്ടാണ് നീ ഒന്ന് വായിച്ചേ, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ച് വെച്ചിരിക്കുന്നു. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അക്യുമുലേഷൻ ഓഫ് സിൻസ്. അത് കുറച്ച് പറയാനും പഠിക്കാനുള്ളതാണ്. നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് അത് ക്രമീകരിക്കാം. നമുക്കിപ്പോൾ ഉച്ച നമസ്കാരത്തിനായിട്ട് എഴുന്നേക്കാം. 9 ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകൾ ക്രമീകരിക്കപ്പെടണം. കർത്താവെ വിചാരത്താലോ വചനത്താലോ പ്രവൃത്തിയാലോ. പ്രവൃത്തി ചെയ്താൽ മാത്രമല്ല പാപത്തിൻ്റെ അവസ്ഥ, നമ്മൾ ചിന്തിച്ചാൽ തന്നെ പാപമാണ്. അപ്പോൾ 2 രീതിയുള്ള പാപം ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഒന്ന്, നമ്മൾ ചെയ്യുന്ന, ശരീരം കൊണ്ട് ചെയ്യുന്ന പാപം. 2, മനോഭാവം കൊണ്ട് ചെയ്യുന്ന പാപം ഇനിയും കിടക്കുന്നു. അപ്പം ഇത്രയും തീവ്രമായൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്നെല്ലാം മുമ്പേ പറഞ്ഞ പോലെ ശരീരത്തിന് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ, ശരീരത്തിൻ്റെ ദണ്ഡനം കാരണം മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നു. 1 കൊരിന്ത്യർ 9:27. അപ്പോൾ ആ ദണ്ഡനം കാരണം ആത്മാവിന് ശോഭം വന്ന്, ആത്മാവിൽ ദേഹിയിലേക്ക് വന്ന്, ദേഹിയിൽ നിന്ന് വീണ്ടും ശരീരത്തിലേക്ക് വരുമ്പോൾ ആ ശരീരത്തിന് ആത്മാവിൻ്റെ സ്വഭാവം ഉണ്ടാവും. ആദ്യം ശരീരം അതിന് പീഡനം എടുക്കണം. അതിൽ നിന്ന് ശരീരത്തിന് ആത്മാവിൻ്റെ സ്വഭാവം ഉണ്ടാകുമ്പോൾ നമുക്ക് ശരീരത്തിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പറ്റും. അങ്ങനെ നമ്മൾ ശരീരത്തിലും സ്വയമായും പുറത്തും സേവനത്തോടുകൂടി കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നവരായി മാറും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കിപ്പോൾ ഉച്ച നമസ്കാരം നടത്തി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം.